ഫ്രം മലപ്പുറം ടു ഫോബ്സ് മാഗസിൻ, കേരളൈറ്റ്സിന് ഏറ്റവും പരിചിതമായ ഇന്ത്യൻ ഗ്ലോബൽ ബേബി ബ്രാൻഡ്. It's Poppy's Baby Care, and here we have the founder of Poppy's Baby Care, Mr. Shaju Thomas. പലപ്പോഴും ബിസിനസ്സുകാരെ പറ്റി പറയുന്ന സമയത്ത് എപ്പോഴും കേൾക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണ് കേരളം ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ മലപ്പുറം ജില്ലക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു കൂടി പറയാനുണ്ട്. ശരിക്കും ജെന്യുവൻലി ആസ് എ മലയാളി ഭയങ്കര ഒരു പ്രൗഡ് തോന്നിയ ഒരു ടൈമായിരുന്നു. കാര്യം ആൽഡോ, മാംഗോ, അർമാനി ഒക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ നാട്ടിലെ മലപ്പുറത്ത് നിന്നുള്ളൊരു ബ്രാൻഡ് അവിടേക്ക് എത്തി എന്ന് പറയുന്നത്. അപ്പം ഞാനിത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരിക്കലും ഇതൊരു പോപ്പീസ് ഗാർമെൻറ്റ് ഉണ്ടാക്കാനല്ല ഈ ബ്രാൻഡ് ഉണ്ടാക്കിയത്. സാർ, ഇപ്പോൾ ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ സാറ പോലെ, ഷീൻ, അതേപോലെ വെസ്റ്റ് സൈഡ്, നമ്മുടെ സുഡിയോ, ആ ഒരു ട്രെൻഡ്, ഒരു ഫാസ്റ്റ് ഫാഷൻ ട്രെൻഡ് നമ്മളെ ബേബി ക്ലോത്തിങ്ങിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ? പോപ്പീസ് പോലെ പ്രൊഡക്റ്റ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതേ പ്രൈസിൽ മേടിച്ചു തരാണെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ സമ്മാനം തരും. ഇപ്പോൾ പോപ്പീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 100% മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് പറയാൻ പറ്റും. വളരെ റയർ ആയിട്ട് ഇന്ത്യൻ ബ്രാൻഡ് ലോകത്ത് എല്ലായിടത്തും നമ്മൾ അഭിമാനത്തോടെ നേരത്തെ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും നമ്മൾ പറയും ഇത് ഇറ്റാലിയൻ ബ്രാൻഡാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത് US ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനം. അങ്ങനെ ഒരു പ്രൗഡായിട്ടൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു ശരിക്കും, അങ്ങനെ ലോകം മുഴുവൻ എത്തിക്കാൻ. സാർ, ഏത് മൊമെന്റിലാണ് നമ്മളിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് പിന്നെ ഒരു ഓൺ ഫാക്ടറി എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പൊ സാർ UAE-യിലേക്കും യൂറോപ്പ് കൺട്രീസിലേക്കൊക്കെ ഔട്ട്ലെറ്റ്സ് ആയിട്ട് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സാർ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഹൗ ഡു യു ഫൈൻഡ് എ ഗ്രിപ്പ്? എൻ്റെ ലക്ഷ്യം തന്നെ, സ്വപ്നം തന്നെ എല്ലാവർക്കും പോപ്പീസിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാന്നില്ല. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോപ്പീസ് എത്തിക്കാന്നുള്ളതാണ്. സാറ് നേരിട്ട ബിഗ്ഗസ്റ്റ് ഫെയിലിയർ? ഞാൻ കേരളം തന്നെ വിട്ടുപോയാലോ എന്നൊക്കെ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഫ്രാഞ്ചൈസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതിൽ തന്നെ 2-3 മോഡൽസ് ഉണ്ടല്ലോ. കെൻ യു എക്സ്പ്ലെയിൻ ദം ആൻഡ് വിച്ച് മോഡൽ ആർ യു ഫോളോയിങ്? ആ ബ്രാൻഡിന് അർഹത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്രാൻഡ് അംബാസിഡറെ വെച്ച് നമ്മൾ എൻഡോഴ്സ് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പല ബ്രാൻഡുകൾ കണ്ടിട്ടുണ്ട്, ബ്രാൻഡ് അംബാസിഡറെ വെച്ചിട്ട് മുകളിലോട്ട് കൊണ്ടുപോകും, അതിലും ശക്തമായി താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ശരിക്കും ആ സമയമാകുമ്പോഴത്തേക്ക് ഐശ്വര്യ റായിൻ്റെ ഒരു ആഡ് ഇറങ്ങേണ്ടിയിരുന്നു ഇവിടെ പോപ്പീസിൻ്റെ. മിക്ക ആളുകൾ ലോട്ടറി അടിച്ച ആളുകൾ സക്സസ് ആകില്ലെന്ന് കണ്ടില്ലേ. അപ്പം കുറേ ഫണ്ട് വാങ്ങി നിങ്ങൾക്ക് ആ വാങ്ങിയ ഫണ്ട് മുഴുവൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ഫെയിലിയർ ആവും. പുതിയതായിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി നമുക്ക് ധൈര്യമായിട്ട് പോപ്പീസ് വന്നു, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്വപ്നം കാണാം. സോ വാട്ട് ഇഫ് പോപ്പീസ് അല്ലെങ്കിൽ ഒരു ബേബി ക്ലോത്തിങ് ബ്രാൻഡ് സാർ നാളെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഹൗ ഡിഫറെന്റ് ഇറ്റ് വുഡ് ബി? Hello everyone, welcome to yet another insightful episode of Voice Up Podcast. I'm Aditya Jairam, your new host. ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രം മലപ്പുറം ടു ഫോബ്സ് മാഗസിൻ, കേരളൈറ്റ്സിന് ഏറ്റവും പരിചിതമായ ഇന്ത്യൻ ഗ്ലോബൽ ബേബി ബ്രാൻഡ്. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ആസ് എ ഫസ്റ്റ് ടൈം മോം ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ബേബി ബ്രാൻഡ്. യെസ്, it's Poppy's Baby Care, and here we have the founder and managing director of Poppy's Baby Care, Mr. Shaju Thomas. Welcome, sir. Yes. മലപ്പുറം ടു ഫോബ്സ് മാഗസിൻ, കേരളത്തിലെ അല്ലെങ്കിൽ ഏതൊരു ഫൗണ്ടറിൻ്റെ ഏതൊരു ബ്രാൻഡിൻ്റെയും വലിയൊരു ഡ്രീം ആയിരിക്കും അത്. സോ അങ്ങനെ പോപ്പീസ് ഫസ്റ്റ് ടൈം ഫീച്ചർ ചെയ്യപ്പെട്ടപ്പോൾ ഇസ് ദാറ്റ് ദ മൊമെൻറ്റ് യു റിയലൈസ്ഡ് ദാറ്റ് യു നോ പോപ്പീസ് ഇസ് ഗോയിങ് ടു ബി എ ഗ്ലോബൽ ബ്രാൻഡ്, സോ ഐ ഹാവ് മെയ്ഡ് ഇറ്റ്? എനിക്ക് എന്താ പറയുക, നമ്മളൊരിക്കലും അങ്ങനെ ഒരു ഫോബ്സ് മാഗസിനിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അല്ല. ഏറ്റവും ആദ്യം പറയേണ്ടത് ഇതൊരു ദൈവാനുഗ്രഹം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ മലബാറിൽ നിന്നൊക്കെ വളരെ റയർ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വളരെ റയർ ആണ് ഒരു ബ്രാൻഡ് മാഗസിനിലൊക്കെ ഇന്ത്യൻസ് തന്നെ വന്നിട്ടുള്ളത്. അത് ഏറ്റവും വലിയ എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വാല്യുവേഷൻ ഉള്ള ആളുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. പോപ്പീസിനൊരു പ്രാദേശികമായിട്ട് വളർന്നു വന്ന് ഒരു നാഷണൽ ഗ്ലോബൽ ആയിട്ടുള്ള ബ്രാൻഡായി വളർന്നു എന്നുള്ള രീതിയിലാണ് പോപ്പീസ് വന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ പറയാൻ. നോർമലി ഫോബ്സിൻ്റെ ഒരു ശൈലി എന്ന് അറിയാലോ, ഫോബ്സ് വെറുതെ ഒരു എന്താ പറയുക ഒരു പെയ്ഡായിട്ടൊന്നും ഒരു സ്റ്റോറി ചെയ്യാറില്ല. നോർമലി അവരുടെ ശൈലി അങ്ങനെ ഒരു ബ്രാൻഡിനെ അറിയണമെങ്കിൽ ആ ബ്രാൻഡിൻ്റെ A to Z കാര്യങ്ങൾ അവർ സ്റ്റഡി ചെയ്ത് അവർ ടീം വന്ന് അവർ എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഒരു ബ്രാൻഡിനെ ഒരു ഫീച്ചർ ചെയ്യുക. അവർ
നമ്മുടെ ബാലൻസ് ഷീറ്റ് അനാലിസിസ് ചെയ്ത് അത് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് അനാലിസിസ് ചെയ്ത് ഒരു മാഗസിൻ ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഡെപ്തായിട്ടൊരു പഠനം നടത്തിയിട്ടാണ് വരുന്നത്. അങ്ങനെ അവരൊരു അന്വേഷണം നടത്തി. എനിക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു കോൾ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ ഫോബ്സിനെ കണ്ടിട്ടുള്ളത്. സോ ദേ കോൾഡ് യു ഫസ്റ്റ്, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അതെ, ആദ്യം ഒരു പഠനം നടത്തി അവർ ലിസ്റ്റിൽ വന്നിട്ട് അവരൊരു ടോപ്പ് ലെവൽ ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അറിയിക്കുന്നത്, നിങ്ങളെ ഇങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മലബാർ ഗോൾഡാണ് ഒന്നുള്ളത്. പിന്നെ ഉള്ളത് ഒരു ഐസ്ക്രീം ബ്രാൻഡാണ് മൈൻഗ്ലോറിയസ് നാച്ചുറൽ ഐസ്ക്രീം. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം. കാരണം പോപ്പീസ് പോലെ ഞാൻ ഇത്രത്തോളം ഫോബ്സിലൊക്കെ വരിക എന്ന് പറയുമ്പം നമ്മൾ കേട്ടിട്ടുള്ള നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ വാല്യുവേഷനുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് വരിക. അങ്ങനെ അവർ വന്നു, അവരുടെ ടീം വന്നു, അവർ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും വന്നിട്ട് എന്താണ് പോപ്പീസിനെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു. അതിന് മുമ്പായിട്ട് അവർ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെല്ലാ ബാലൻസ് ഷീറ്റും ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും നമ്മളൊരു 3 ഇയർ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ ഗ്രോത്ത്, ഫ്യൂച്ചർ പ്ലാന്, സ്ട്രാറ്റജി എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷമാണ് അവരുടെ ടീം വരുന്നതും. ഈ ഫീച്ചർ എടുത്തതിന് ശേഷവും അവരതിനെക്കുറിച്ച് പിന്നീട് നടത്തിയ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, സത്യസന്ധമാണോ, നമ്മുടെ പ്ലാനും അവർ നമ്മുടെ ബാലൻസ് ഷീറ്റോട് മാച്ച് ആകുന്നുണ്ടോ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പോപ്പീസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞ് ബ്രാൻഡാണെങ്കിലും എന്താ പറയുക, ഇനിയിപ്പോൾ ഞാൻ പുതിയതായിട്ടുള്ള ഓൺടർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി നമുക്ക് ധൈര്യമായിട്ട് പോപ്പീസ് വന്നു, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്വപ്നം കാണാം. കാരണം നമ്മളങ്ങനെ നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോരോ ഡ്രീം ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു സ്വപ്നമായിട്ട് നമുക്കിത് എന്താ പറയുക, ബെഞ്ച് മാർക്ക് ചെയ്യാം, അതിനുവേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. സാറിൻ്റെ പ്രൊഫഷണൽ ലൈഫ് നോക്കുന്ന സമയത്ത് സാർ ഇനീഷ്യലി ഒരു ബിസിനസ് ജേർണലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓൺട്രപ്രണേഴ്സായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും, ജേർണൽ ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് എക്സ്പീരിയൻസ് ശരിക്കും പോപ്പീസ് തുടങ്ങുമ്പം സാറിനൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഞാൻ ജേർണലിസം ആണ്, ഞാൻ ഫോട്ടോഗ്രാഫറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയുക, എൻ്റെ പാഷൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു. അത് കഴിഞ്ഞാൽ ജേർണലിസം എടുക്കുന്നത്. ഞാനതൊരു അസൈൻമെൻറ്റ് ചോദിച്ചു വാങ്ങാനാണ്, നോർമലി അസൈൻമെൻറ്റ് ചോദിച്ചു വാങ്ങലാണ് ഈ ബിസിനസ്സുമായിട്ട്. എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻ അന്നത്തെ സമയത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, 2000, 2001, 2002 ആ കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനൊരു ബിസിനസ്സുകാരെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയോ നമ്മുടെ പത്രമാധ്യമങ്ങളിലോ ഒന്നും, അന്ന് മീഡിയ എന്ന് പറഞ്ഞാൽ ചാനൽസൊക്കെ വളരെ കുറവാണ്. റേഡിയോയും പത്രങ്ങളും പ്രിൻ്റഡ് മീഡിയയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ മാഗസിൻസാണ് ഉള്ളത്. മാഗസിൻസിലൊക്കെ വരാറുണ്ടെന്നല്ലാതെ നോർമലി അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും വരാറില്ല. അപ്പോൾ നമുക്ക് ഇൻട്രാക്ഷനുള്ള സാധ്യത കുറവ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അന്നത്തെ സമയത്ത് നമ്മുടെ കൊച്ചോസഫ് ചീറ്റിലപ്പള്ളി വിഗാർഡിൻ്റെ കുറേ സ്റ്റോറീസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് വായിക്കാനും, പിന്നെ നമ്മുടെ കൊളീഗ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ, പുള്ളി ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ, അവരെന്നൊക്കെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതുപോലെ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളുടെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അങ്ങനെയുള്ള നമ്മൾ അന്നത്തെ കാലത്ത് കണ്ടെത്തിയിട്ടുള്ള പല ആളുകളെയും നമ്മൾ റോൾ മോഡൽ ആയി നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ ഇതിലേക്ക് രംഗത്തോട്ട് വന്നത്. അതെനിക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫാദറാണ് എനിക്ക് ഈ കാര്യത്തിൽ, എൻ്റെ ഫാദർ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞില്ലേ. ഫാദർ എന്ന് വെച്ചാൽ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനല്ലെങ്കിലും അത്യാവശ്യം അന്നത്തെ സമയത്തും അത്യാവശ്യം ടേൺ ഓവറൊക്കെ ചെയ്യുന്ന നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. പിന്നെ വളരെ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ എങ്ങനെ സക്സസ് ആകാൻ പറ്റും എന്നുള്ളതിന് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ബിസിനസ്സുകാരെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു സെൻറ്റൻസാണ്, കേരളം ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല, ബിസിനസ്സുകാർക്ക് പറ്റിയ സ്ഥലമല്ല എന്ന്. പക്ഷേ ഇപ്പോൾ വെരി റീസെൻ്റായിട്ട് ഞങ്ങൾ ഡെൻകെയറിൻ്റെ ജോൺ കുര്യാക്കോസ് അദ്ദേഹമായിട്ട് ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ പോഡ്കാസ്റ്റിൽ പുള്ളി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, ബിസിനസ് ചെയ്യാൻ കേരളം പോലെ ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ആസ് എ മലയാളി ബിസിനസ് ഓണർ, ആസ് എ സക്സസ്ഫുൾ മലയാളി ബിസിനസ് ഓണർ, ഒരു മലയാളി ആയതുകൊണ്ട് ഉണ്ടായ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ മലയാളി ആയതുകൊണ്ട് അത് സാറിൻ്റെ ബിസിനസ് പ്രോഗ്രസ് ചെയ്യുന്നതിലോ ലീഡർഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്ത് രീതിയിലൊരു കോൺട്രിബ്യൂഷൻ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടായിട്ടുള്ളത്? അതിൽ 2 കാര്യം പറയാനുണ്ട്. ശരിക്ക് ഞാൻ മലപ്പുറം ജില്ലക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു കൂടി പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ, ശരിക്കും ഞാൻ ഈ പ്രൊഡക്റ്റ് മലയാളി പ്ലസ് മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട്, കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കുഞ്ഞുടുപ്പ് ഉണ്ടാക്കിയിട്ട് 6 രൂപ മാർക്കറ്റിൽ കിട്ടുന്നൊരു കുഞ്ഞുടുപ്പ് ഉണ്ടാക്കിയിട്ട്, ബേബി ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട്, ജബല ഉണ്ടാക്കിയിട്ട് ഞാൻ മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്ത് 60 രൂപയാണ്. നോർമലി ഇതൊരു സാധാരണ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ഇത് കടയിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ
ഞങ്ങൾ ഈ മലപ്പുറം ജില്ലക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഷാജുവിൻ്റെ അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന ആളുടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹത്തോടു കൂടി നമുക്ക് വെച്ച് നോക്കുക. നേറ്റീവ് ബ്രാൻഡാണ്. അതെ അതെ, ഒന്ന് വെച്ച് നോക്കുക എന്നുള്ളൊരു ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ശരിക്കും ഞാൻ അനുഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊട്ടടുത്തുള്ള, ഞാൻ ഈ തിരുവാലിയിലാണ് എൻ്റെ പ്രൊഡക്ഷൻ, മലപ്പുറം ജില്ലയിലെ ചെറിയൊരു വില്ലേജ്, അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത കടകളിൽ ചെല്ലുന്ന സമയത്ത് മിക്കപ്പോഴും വില കേട്ടിട്ട് ആൾക്കാർ ഭയങ്കര അത്ഭുതം, കാരണം ഇത്രയും വില വ്യത്യാസം. അപ്പോൾ ക്വാളിറ്റി ഞാൻ പറഞ്ഞു മനസ്സിലാക്കും, ഇത് ഇന്ന ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവർ ആ ഒരു സ്നേഹം, ഒരു മലപ്പുറം ജില്ലക്കാരനായുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ എൻ്റെ മാർക്കറ്റിംഗ് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് മലയാളി എന്ന നിലയിലേക്ക് മാറുമ്പം ഏറ്റവും ഈ മലയാളിക്കൊരു പ്രത്യേകത ഉണ്ട്. മലയാളി എൻ്റെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ഒരു 7 വർഷത്തോളം എൻ്റെ എല്ലാ ജീവനക്കാരും ഭൂരിഭാഗം ആളുകളും മലയാളികളായിരുന്നു. അപ്പം ഈ നമ്മുടെ സ്കില്ല് ഭയങ്കര കൂടുതലാണ്. നോർമലി ഒരു എന്താ പറയുക, കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് തീർച്ചയായിട്ടും അങ്ങനെ പറയാം. പക്ഷേ ഇപ്പോഴൊക്കെ കുറേ അതർ സ്റ്റേറ്റിലെ ആൾക്കാർ നമ്മൾ ക്വാളിറ്റി ഒക്കെ പഠിച്ച് ട്രെയിനിങ്, മലയാളിക്ക് ഒരു ട്രെയിനിങ്, സ്പെഷ്യൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. നോർമലി ഒരു വൃത്തി, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എൻ്റെ പ്രൊഡക്റ്റ് ഏറ്റവും വൃത്തിയായിരിക്കണം. അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലായാലും, തുണി കൈകാര്യം ചെയ്താലും, അതുപോലെ എന്താ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണല്ലോ, അത് കൈ കൊണ്ട് ടച്ച് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണല്ലോ എനിക്കൊരു പെർഫെക്റ്റ് ആയിരിക്കണം, വൃത്തിയായിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ കുഞ്ഞ് ഫാക്ടറി ആയിരിക്കുന്ന മുതൽ വലിയ ഫാക്ടറി വലുതായപ്പോഴും മുതൽ ഞാൻ ആ ഒരു വൃത്തി, കൈ എപ്പോഴും വാഷ് ചെയ്തിട്ട് ഫാബ്രിക്കിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും നിർത്തി പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു മലയാളികളെ വെച്ച് തുടങ്ങിയുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചൊരു വൃത്തിയും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകൾ ടീം എൻ്റെ കൂടെ വന്നപ്പോഴാണ് എനിക്കൊരു എൻ്റെ പാഷനുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ്, ഇതിലൊരു ബിസിനസ് എന്ന് വരി ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനൊരു ബിസിനസ് എന്ന് വരി എനിക്കൊരു കുഞ്ഞുങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ ശരിക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെയും ജ്യേഷ്ഠൻ്റെ കൂടെയൊക്കെ അവരൊരു സക്സസ് ആയിട്ടുള്ള ബിസിനസ്, എനിക്കതിൽ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞാനൊരു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങിയത് കുഞ്ഞുങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു മലയാളി എന്ന നിലയ്ക്ക് മലയാളികളുടെ ഒരു ടീമിനെ വെച്ച് ഞാൻ മുന്നോട്ട് പോയപ്പം അതെനിക്ക് ഒത്തിരി എന്താ പറയുക, ഒരു സക്സസ്സിന് എൻ്റെ ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പല ആളുകളെയും പോലെ ഞാൻ ചിലപ്പോൾ ബിസിനസ് സക്സസ് ആയിട്ട് പോലും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ട സാധനം ഞാൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം അതാണ്. സാറ് പോപ്പീസ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 2003 ആ പീരീഡിലാണ്. 2003 ഒരു 22 ഇയേഴ്സ് ഓഫ് ജേണിയാണ് ഇപ്പം പോപ്പീസിൻ്റെ. സോ 2003 ഇപ്പോൾ ഒരു ബിസിനസ് ജേർണലിസ്റ്റ് എന്നുള്ള ജോബ് എന്നൊക്കെ പറയുന്ന സോക്കോൾട്ട് ഒരു ഗ്ലാമറസ് ജോബാണ്. സോ അതൊക്കെ വിട്ടിട്ട് സ്വന്തമായി ഒരു ബേബി ക്ലോത്തിങ് ലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒബ്വിയസ്ലി എൻകറേജ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഡിസ്കറേജ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. സോ ആ സമയത്തൊക്കെ സാറിനെ പുഷ് ചെയ്തതോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ഒക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്ന ഒരു അഡ്വൈസോ, അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസ് സാർ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അതൊരു ചലഞ്ചാണ് ശരിക്കും, സത്യം പറഞ്ഞൊരു ചലഞ്ച്. അതായത് ഞാൻ ഈ കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൊജക്ടർ ഒക്കെ ഉണ്ടാക്കി ഞാനിതിനകത്ത് ഞാൻ സ്വരൂപിച്ച കുറച്ച് പണമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക, ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ, അതായത് ഫസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ ആയിട്ട് വന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എനിക്ക് സഫീഷ്യൻ്റ് അല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ എന്താ പറയുക, ഒരു ലോണിന് വേണ്ടിയിട്ടൊരു ബാങ്കിനെ സമീപിക്കുക. അപ്പം ചെല്ലുന്ന സമയത്ത് ഞാൻ കുട്ടികളുടെ ഇഷ്ടം കൊണ്ട് കുട്ടികളുടെ ഉടുപ്പിന് ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ബേബി ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവിടുന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കുട്ടികൾക്ക് വളരെ മോശം സാഹചര്യം, എസ്പെഷ്യലി നമ്മുടെ മാർക്കറ്റിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഏറ്റവും മോശം സാഹചര്യത്തിലാണ് വരുന്നത്. അതിനകത്തൊരു ക്വാളിറ്റി ഇല്ല, സൾഫർ പോലുള്ള ഉപയോഗിക്കുന്നു. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതിനൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ബാങ്കിൽ ചെല്ലുന്നത്. ഈ ബാങ്കിലെ ഓഫീസർ എന്നോട് പറയുകയാണ്, അന്നത്തെ സമയത്ത് കറി പൗഡർ ബ്രാൻഡ് ഒക്കെ ഭയങ്കര ഡെവലപ്പ് ചെയ്യാറ് 2000-ലാണ് ശരിക്കും. 2001, 2002 ഈസ്റ്റേണും അതുപോലെ ഇപ്പം എൻ്റെ തൊട്ടടുത്തുള്ള മഞ്ചേരിയിലൊരു സൂപ്പർ നോവ എന്നുള്ള കറി പൗഡറൊക്കെ സക്സസ് ആയി വരുന്ന സമയം. അപ്പം അദ്ദേഹം എന്നെ അഡ്വൈസ് ചെയ്യുന്നത്, ഷാജു, ഈ കറി പൗഡർ എന്ന് പറഞ്ഞാൽ എന്നും ആവശ്യമുള്ളതാണ്, എന്നും ഉപയോഗിക്കാൻ പറ്റും, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉടുപ്പൊന്നും എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നില്ലോ. അപ്പം ഇതൊന്ന് മാറ്റിയിട്ട് ഷാജു അതാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സാങ്ഷനാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് അല്ല, എൻ്റെ ആഗ്രഹം അതല്ല സാറേ, ഞാനൊരു ബിസിനസ്സിനേക്കാളും ഉപരിയായിട്ട് ഞാനിതിനകത്തൊരു എനിക്ക് കുഞ്ഞുങ്ങളുടെ ഇഷ്ടവും, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അന്ന് ബ്രാൻഡൊന്നും ഉപയോഗിക്കുന്നില്ല, അതാണ്. അപ്പോൾ അവിടെയാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കൊരു സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്.
അങ്ങനെയാണ് ഞാൻ ശരിക്കും എന്താ പറയുക വരുന്നത്. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത്, പുള്ളി എന്നോട് പറയാം, അന്ന് കുറേ മൂവിയുടെ കാര്യം, സിനിമയുടെ കാര്യം, കുറേ സിനിമയുടെ പേര് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, ആ സിനിമയിൽ കുറേ ഫാക്ടറി പൂട്ടി പോയിട്ടുണ്ട്, ഈ ഇങ്ങനെയുണ്ട്, ഒത്തിരി സിനിമകളുടെ പേര് പുള്ളി ഞാൻ കണ്ടതും പുള്ളി കണ്ടതും പഴയതായ കുറേ സിനിമകളുടെ പേരെ പുള്ളി എന്നോട് പറയുന്നത്. അതെനിക്കൊരു മനസ്സിലെനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപ്പോഴാണ് ഞാൻ ഒരു ബിസിനസ്സുമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാണല്ലോ ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിട്ടാണ് ശരിക്ക് ഞാൻ ഒരു പോപ്പീസ് ഇതെന്തായാലും ഞാൻ ഇനി വിടാൻ തീരുമാനിച്ചില്ല, ഇത് തുടരും എന്നുള്ള ഉറച്ച തീരുമാനത്തോട് പോയി. ആ തീരുമാനമാണ് ഇന്ന് പോപ്പീസിലുള്ള ബ്രാൻഡ് എനിക്കിന്ന് എന്താ പറയുക ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചത്. സോ ഡിസ്കറേജ്മെന്റ് ആണ് സാറിന്റെ മോട്ടിവേഷൻ. തീർച്ചയായിട്ടും. ഞങ്ങൾ റീസെൻ്റ്ലി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദുബായ് പോയ സമയത്ത് സഹാറ സെൻറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറേ നടന്നു. ലാസ്റ്റ് ഒരു കോർണർ എത്തിയപ്പോൾ പോപ്പീസ് ഓപ്പണിംഗ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ശരിക്കും ജെന്യുവിൻലി ആസ് എ മലയാളി ഭയങ്കര ഒരു പ്രൗഡ് തോന്നിയ ഒരു ടൈമായിരുന്നു. കാര്യം ആൽഡോ, മാംഗോ, അർമാനി ഒക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ നാട്ടിലെ മലപ്പുറത്തു നിന്നുള്ളൊരു ബ്രാൻഡ് അവിടേക്ക് എത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും വേൾഡ് വൈഡായിട്ട് 100-ൽ കൂടുതൽ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു 100ാമത്തെ സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ട് വാസ് യുവർ ഫീലിംഗ്? വേർ വർ യു? ലൈക്ക് ഹൗ ഡിഡ് യു ഫീൽ? ഞാൻ പറഞ്ഞു, ഇതൊരു ചെറിയ സ്വപ്നമായിട്ട് ഞാൻ കണ്ട കാലം, സ്വപ്നത്തിൽ ചെറുപ്പം വലിപ്പം, ഞാനിത് കുഞ്ഞു സ്വപ്നമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് ആണ് എൻ്റെ ആദ്യത്തെ സ്വപ്നം. ആ സ്വപ്നത്തിൽ നിന്ന് ഞാൻ പിന്നീട് ഓരോ കാര്യങ്ങളും ഞാൻ ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്, എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ട് അതിന് കറക്റ്റായിട്ട് അതായത് ഞാനൊരു ഗോൾ എന്നുള്ള ലക്ഷ്യത്തിലല്ല ഞാൻ നോർമലി പോകാൻ. അപ്പോൾ അതിലെൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ്, എന്തുകൊണ്ട് നോർമലി ഇൻ്റർനാഷണൽ ബ്രാൻഡെല്ലാം നമ്മുടെ നാട്ടിൽ വരും, ഒരു ഇന്ത്യൻ ബ്രാൻഡ്, വളരെ റയറായിട്ട് ഇന്ത്യൻ ബ്രാൻഡ് ലോകത്തെല്ലായിടത്തും തരും. നമ്മൾ അഭിമാനത്തോടെ നേരത്തെ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും നമ്മൾ പറയും ഇത് ജർമ്മൻ്റെ ബ്രാൻഡാണ്, ഇത് ഇറ്റാലിയൻ ബ്രാൻഡാണ്, അല്ലെങ്കിൽ നമ്മളിത് US ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനം. അങ്ങനെ ഒരു പ്രൗഡായിട്ടൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ്, എൻ്റെ ഒരു എന്താ പറയുക സ്വപ്നമായിരുന്നു ശരിക്കും, അങ്ങനെ ലോകം മുഴുവൻ എത്തിക്കാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പ്രോട്ടോ സ്റ്റോറൊക്കെ ഞാൻ UAE 2019 പ്രോട്ടോ സ്റ്റോറൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിരുന്നു. അതുപോലെ UK 2022 കോവിഡിൻ്റെ സമയത്ത് UK ഒരു പ്രോട്ടോ സ്റ്റോർ തുടങ്ങി, മാഞ്ചസ്റ്ററിൽ, അതുപോലെ പെർത്തിൽ, ഓസ്ട്രേലിയ തുടങ്ങി. പ്രോട്ടോ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഒരു വലിയ മോളിൻ്റെ സെൻറ്ററിൽ. അപ്പം നോർമലി UAE അന്ന് ഞാൻ പോകുന്ന സമയത്ത് സ്ട്രീറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. മീൻസ് ഒരു ഹൈ സ്ട്രീറ്റിൽ പോപ്പീസിൻ്റെ സ്റ്റോർ തുടങ്ങാനൊക്കെ തയ്യാറായിട്ട് മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ. അപ്പം ഞാനിതിൽ മനസ്സിലാക്കിയത്, നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ പുറത്ത് പോകുമ്പം നമുക്കൊരിക്കലും ഒരു നോർമൽ സ്ട്രീറ്റിൽ കൊണ്ടുപോയിട്ട് ബ്രാൻഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വലിയ എന്താ പറയുക മോളിലോ, എൻ്റെ സ്വപ്നം തന്നെ ദുബായ് മാളിൽ പോപ്പീസിൻ്റെ സ്റ്റോർ തുടങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരിക്കലും എന്താ പറയുക ഇത് എത്താൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മാളിൽ ബ്രാൻഡ് അപ്രൂവൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു കടമ്പ. എസ്പെഷ്യലി ഞാൻ തുടങ്ങുന്ന 2019 നമ്മൾ ബാംഗ്ലൂരിലെ പല മാളുകളിലും ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ എവിടെയെല്ലാം മാളുകളിൽ നിങ്ങളുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ഇത് ഫേസ് ചെയ്തു. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ചെല്ലുന്ന സമയത്തും ഇതേ സെയിം ഒരു പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ സഹാറ സെൻറ്ററിലും ദൽമ മാളിലും ഒക്കെ ഞങ്ങൾ സമീപിക്കുന്ന സമയത്തും നിങ്ങൾ ഇന്ത്യയിൽ ഏതെല്ലാം മാളിലുണ്ട്. ആ സമയത്ത് നമ്മൾ ബാംഗ്ലൂരിൽ ഉള്ള 1-2 മാളിൽ നമ്മുടെ സ്റ്റോറിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് അവർ ഫിസിക്കലി കണ്ടിട്ടാണ് നമുക്കൊരു അപ്രൂവൽ കിട്ടുന്നത്. അങ്ങനെ ആണ് നമ്മൾ എന്താ പറയുക ഇൻ്റർനാഷണലി വന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 96ാമത്തെ സ്റ്റോറാണ് ഞങ്ങൾ പുറത്ത് വരുന്നത്. അപ്പോൾ 100ാമത്തെ സ്റ്റോർ വന്നിട്ടില്ല, വരാൻ പോവുകയാണല്ലേ? 100ാമത്തെ സ്റ്റോർ വരാൻ പോവുകയാണ്. അതെ. സർ, ഇപ്പോൾ കറൻ്റ്ലി പോപ്പീസിന് 3 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണല്ലോ ഉള്ളത്. ഒന്ന് ബാംഗ്ലൂർ, ഒന്ന് കോയമ്പത്തൂർ, ഒന്ന് തിരുവാലി, മലപ്പുറം. സോ ഇവിടെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിഭാഗത്തിലുള്ള ആൾക്കാരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സാറിനൊരു ഇപ്പം ഫൗണ്ടർ എന്ന നിലയിൽ സാറിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും ക്വാളിറ്റിയിൽ, ഇതെനിക്ക് വേണം എന്നുള്ളത്. സോ അതിന് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ ഈ പല ലൊക്കേഷൻസിലായതുകൊണ്ട്? സോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ 3 സ്ഥലത്താണ് ഫാക്ടറി ഉള്ളത്. എല്ലാം ഗാർമെൻറ്റ്സ് മുഴുവനായിട്ട് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഞാനിതൊരു ചെറിയ ബ്രാൻഡായി തുടങ്ങി ഒരു 2 ഇയർ കൊണ്ട് നമ്മളൊരു സിസ്റ്റം, ഒരു ക്വാളിറ്റി സിസ്റ്റം, ഞാൻ എപ്പോഴും പറയുന്ന ക്വാളിറ്റിയാണ്. ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. ഒരു ക്വാളിറ്റി സിസ്റ്റം, ഒരു ക്വാളിറ്റി പാരാമീറ്റേഴ്സും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനത്തെ ഫാബ്രിക് എടുക്കണം, എന്ത് യാൺ എടുക്കണം, ഏത് ഡൈസ് യൂസ് ചെയ്യണം,
ഇതെല്ലാം ഞങ്ങൾ ഓൾറെഡി ഒരു സെറ്റ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു പോളിസി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരമാണ് മിക്കപ്പോഴും നമ്മുടെ എല്ലാ ഫാക്ടറികളും റൺ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കോവിഡ് സമയത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ചലഞ്ച് ഞങ്ങൾക്ക് ഉണ്ടായത്. കാരണം ഞങ്ങളുടെ ടീമിന് മിക്കപ്പോഴും അറിയാമല്ലോ, നമ്മളൊരു പഞ്ചായത്തിന് അടുത്ത പഞ്ചായത്തിൽ പോകാൻ പോലും പറ്റാത്ത ആ സമയത്ത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. മിക്കപ്പോഴും എന്താ പറയുക ഓൺലൈൻ അപ്രൂവലൊക്കെ എടുക്കുന്ന സമയത്ത് ആണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള ക്വാളിറ്റി. മിക്ക സമയത്തും ചിലപ്പം 10,000 പീസസ് പ്രൊഡക്ഷൻ ചെയ്തിട്ട് അതിനകത്ത് 4,000 പീസസ് വരെ ഞങ്ങൾ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മാറ്റി സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ട് മിക്കപ്പോഴും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോർമലി ഈ കൺസൈൻമെൻറ്റ് ആയിരിക്കും ഞങ്ങൾക്ക് അടുത്ത സെയിലിനുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഓൾറെഡി ഓരോ സ്ഥലത്തൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഈ ചെക്ക് പോയിന്റിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു MASൽ എനിക്കിത് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അപ്പോഴേ പറയും ആ കൺസൈൻമെൻറ്റ് സെയിൽ കുഴപ്പമില്ല, നമുക്ക് ആ ക്വാളിറ്റി റീചെക്ക് ചെയ്ത് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ റീപ്രൊഡക്ഷൻ ചെയ്തിട്ട് പോയാൽ മതി. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒത്തിരി സെയിൽസ് ലോസ് വരാറുണ്ട്. എങ്കിലും ആ ക്വാളിറ്റി ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഇത്തരം ചലഞ്ച് വരാതിരിക്കാൻ വേണ്ടി അപ്പോഴെന്താണോ നമുക്കൊരു തടസ്സം വന്നിട്ടുള്ളത്, എന്താണോ ചലഞ്ച് വന്നിട്ടുള്ളത്, അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ അതുപോലൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ഞങ്ങളുടെ പോളിസിയുടെ ഭാഗമാക്കി വെച്ച് അതാണ് പിന്നീട് കണ്ടിന്യൂ ചെയ്യാറ്. സോ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺസിസ്റ്റൻസിക്ക്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് പുതിയ ഫൗണ്ടേഴ്സ് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ജേണി കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ബ്ലോഗൊക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള മുളക് പെട്ടി, ലവ് വിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ബ്രാൻഡുകൾ അവരുടെ സ്റ്റോറിയിലൊക്കെ മെൻഷൻ ചെയ്തൊരു കാര്യം, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സപ്ലയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നേരിട്ട കുറേ ചീറ്റിങ്ങും ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ സാറിന് ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇനീഷ്യൽ ടൈമിൽ ചിലപ്പോൾ സാറ് അത് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. പുതിയ ഓൺട്രപ്രനേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഇതില്ലാതിരിക്കാൻ എന്ത് അഡ്വൈസ് ആയിരിക്കും സാറ് കൊടുക്കുക? എൻ്റെ തുടക്ക സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ക്വാളിറ്റി ഫാബ്രിക് തിരഞ്ഞു പോയിട്ട് കിട്ടാതായിട്ട് ഞാൻ സർപ്ലസ് മാർക്കറ്റിൽ നിന്ന് എക്സ്പോർട്ട് സർപ്ലസ് ഫാബ്രിക് തിരുപ്പൂരിൽ അതെ എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് തുണി എടുത്തത്. എന്നിട്ട് ഞാനൊരു ഓണത്തിൻ്റെ സമയത്ത് ഞാൻ വളരെ പ്രീ പ്ലാൻഡ് അത് തുടങ്ങിയ സമയത്ത് 2004 ഒരു ഓണക്കാലത്ത് ഞാൻ ഓണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഓൾറെഡി മാർച്ചിൽ ഡിസൈനെല്ലാം അപ്രൂവലായി ഞാനൊരു ഫാക്ടറി, ഒരു മലയാളിയുടെ ഫാക്ടറിയാണ് ഇവിടെ പോയി അന്ന് ഞാൻ പറഞ്ഞ സ്വരൂപിച്ചിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുപോയി ക്വാളിറ്റിയുള്ള ഫാബ്രിക്. ഇദ്ദേഹം മലയാളിയും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കുഴപ്പം. കാരണം നോർമലി ആളുകൾ അന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് തമിഴ്നാട്ടിൽ പോകുമ്പോൾ പേടിക്കണം, കാരണം അവിടുത്തെ. പക്ഷേ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ സമയത്ത് ഒരു മലയാളിയുടെ ഫാക്ടറി തന്നെ സെലക്ട് ചെയ്ത് എല്ലാം റെഡിയായി ഫാബ്രിക് ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ തന്നെ അത് ഫാബ്രിക് പുള്ളി പറഞ്ഞൊരു 45 ഡേയ്സിനുള്ളിൽ റെഡിയാവും. ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴേക്കും പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഷാജു റെഡി, പറഞ്ഞ ഡേറ്റിന് എല്ലാം ശരിയായി വന്നോളൂ. ഞാൻ ആദ്യമായിട്ട് തുണി നിറ്റ് ചെയ്യണം, സ്വന്തമായിട്ട് തുണി നമ്മുടെ ബ്രാൻഡിൽ നമുക്ക് വേണ്ടി ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ കറക്റ്റ് ആ ഡേറ്റിന് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹമില്ല, ഇദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഇല്ല, അതെല്ലാം അടച്ചു പൂട്ടി. ഫാക്ടറി ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ആ ആളുടെ ഫോണും ഇല്ല, പുള്ളി അബ്സ്കോണ്ടിങ്. എൻ്റെ ആദ്യത്തെ സോഴ്സിങ് എക്സ്പീരിയൻസ്. അന്ന് നമുക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാനില്ല. അങ്ങനെ ഞാൻ അവിടെ തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇതുപോലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വരുന്നവരോട് പറയുന്നത്, ഇന്നത്തെ കാലം മാറി, സമയം മാറി, സോഷ്യൽ മീഡിയ ഉണ്ട്. ആരാണോ വെണ്ടർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ പറയും ഞങ്ങൾ ഇങ്ങനത്തെ ഫാബ്രിക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഇന്ന റോ മെറ്റീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കണ്ട് നമ്മൾ അതിനകത്ത് പോയി നേരെ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാതെ ഇതുപോലെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഫിസിക്കലി നമ്മളവിടെ പോയി ഇവരുടെ എന്താ പറയുക വെരിഫൈ ചെയ്ത് ഇവരുടെ ഹിസ്റ്ററി പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒന്ന് വാങ്ങിയിട്ട് വേണം ശരിക്കും ഇതുപോലുള്ള ഡീല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾക്കൊരു വെണ്ടർ എടുക്കുന്ന കാര്യത്തിൽ അത്രത്തോളം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടാണ് ഒരു വെണ്ടർ. കാരണം ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പ്രൈസിങ് നമ്മൾ നോർമലി പ്രൈസിന് നെഗോസിയേഷൻ ചെയ്യുന്ന സമയത്ത് അവർ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊരു പ്രൊഫൈൽ സ്റ്റഡി നന്നായിട്ട് നടത്തുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന കാര്യം. സാർ അതേപോലെ ഇപ്പോഴത്തെ പല ബ്രാൻഡുകളും സാർ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി ഒക്കെ വന്നതുകൊണ്ട് ഒരു QR കോഡ് വെച്ചിട്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് ഇതിൻ്റെ ഒറിജിൻ മുതൽ ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പേജിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. പോപ്പീസിൻ്റെ കേസിൽ പോപ്പീസിൻ്റെ സോഴ്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് ശരിക്കും അതിൻ്റെ ഒരു ഫ്ലോ? ശരി, അത് ഞാൻ പറയേണ്ട ഒരു കാര്യം, അത് QR കോഡ് ഒക്കെ ഇപ്പോൾ ആളുകൾ ചെയ്യാമല്ലോ. ഞാൻ ഇതിന് ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പോപ്പീസിൻ്റെ ഇപ്പോൾ ഞങ്ങൾ QR കോഡും ഞങ്ങൾ സിസ്റ്റം കൊണ്ടുവന്നു. ഞങ്ങൾ ഓരോ സെക്ഷനും ഓരോ നമ്പറുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണ്ട് ഒരു 30ഓളം ചെക്ക് പോയിന്റുകൾ കടന്നിട്ടാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റുകൾ, ഈ പ്രൊഡക്റ്റിൻ്റെ യാൺ സെലക്ട് ചെയ്ത ആരാണ്, എവിടെ നിന്നാണ്, അതൊരു നമ്പറുണ്ട്.
അതുപോലെ ഇത് ഏത് ലൈനിൽ, കുറേ ലൈൻസ് ഉണ്ട്, ഏത് ലൈനിൽ സ്റ്റിച്ച് ചെയ്തു, അതുപോലെ ഇത് ഏത് ലൈനിലാണ് ഇതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് നടന്നത്, ഏത് ലൈനിൽ അത് അയൺ ചെയ്ത്, ഈ സാധനം എല്ലാം ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ, ലേബലിൻ്റെ ബാക്കിലായിട്ട് ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കും. ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ്, ഇന്ന് QR കോഡ് സെലക്ട് ചെയ്യണം, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ആര് ചെയ്തു, ഏത് സൂപ്പർവൈസർ അണ്ടറിലാണ് പ്രൊഡക്ഷൻ ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള മെത്തേഡ് ഒരു 15 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഈ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്വാളിറ്റി, ഞങ്ങൾക്ക് അതായത് 1%, 0.1% പോലും ഞങ്ങൾക്ക് റിട്ടേൺ ഇല്ല, മാർക്കറ്റിൽ നിന്ന് റിജക്ഷൻ ഇല്ലാതെ ഞങ്ങളിത് കണ്ടിന്യൂ ഇന്നും ആ ഒരു ജേണി തുടരാനുള്ള കാരണം ആ ഒരു ക്വാളിറ്റി കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പോപ്പീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 100% മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് പറയാൻ പറ്റുമോ? പോപ്പീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോപ്പീസിൻ്റെ ഗാർമെൻ്റ് എന്നെല്ലാം മാറിയിട്ട് പോപ്പീസിന് ഒത്തിരി പ്രൊഡക്റ്റായി. ഇപ്പം കാരണം സോപ്പുണ്ട്, ഡയപ്പറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 100% ഇന്ന് പറയാൻ പറ്റില്ല. കാരണം ക്ലോത്തിങ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 100% ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. ഞങ്ങൾ 100% ഇന്ത്യൻ. കോട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും, പക്ഷേ ഇന്ത്യയെക്കാട്ടിലും ക്വാളിറ്റിയുള്ള US കോട്ടൺ, ഇന്ത്യയെക്കാട്ടിലും ക്വാളിറ്റിയുള്ള കോട്ടൺ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി അതിൻ്റെ പ്രൈസ് കൂടുതലാണ്. ഇന്ത്യൻ കോട്ടനേക്കാളും പ്രൈസ് കൂടുതലാണ്. ഇവിടെ ചിലപ്പോൾ അഫോർഡബിൾ ആണ്, ഇവിടെ നമുക്ക് അഫോർഡബിൾ അല്ല. ഓക്കെ സാർ. അതേപോലെ ഇപ്പോൾ 22 വർഷത്തോളമായി പോപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിനിടയ്ക്ക് പോപ്പീസ് ഒരു വലിയ ബ്രാൻഡായതിനു ശേഷം എന്തായാലും കുറേ അപരന്മാരും വന്നിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ അഡിഡാസ്, അബീബാസ് ഒക്കെ വരുന്ന പോലെ പോപ്പീസിൻ്റെ ഒരു E മാറ്റി A ആക്കി കഴിഞ്ഞാൽ ചിലപ്പം വാങ്ങുന്ന ആൾക്കാർ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഓവർ ദീസ് ഇയേഴ്സ്? അത് ബ്രാൻഡ് ആകുന്നതിന് മുമ്പ്, നമ്മൾ ഇത്രത്തോളം വളരുന്നതിന് മുമ്പ് തന്നെ ഇത് ഞങ്ങൾ ആഡ്സിന് ഭയങ്കരമായിട്ട് പരസ്യത്തിന് 2010 ശേഷം നന്നായിട്ട് നമ്മൾ പരസ്യത്തിന് പല മോഡലിലുള്ള പരസ്യങ്ങൾക്ക് ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഒന്നാമത് എൻ്റെ ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ളതുകൊണ്ട്. അപ്പം പലപ്പോഴും ഞങ്ങളുടെ ഫോണ്ടൊക്കെ എടുത്തിട്ട് ചില റെസ്റ്റോറൻറ്റുകൾ, നമ്മൾ പെരിന്തൽമണ്ണയിലൊരു റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള, ഞാൻ ഇത് ഒരു കാരണവശാലും, കാരണം അത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ബെഡ്, നിലമ്പൂർ ബേസ് ചെയ്തൊരു ബെഡ്, പോപ്പീസ്, കറക്റ്റ് ഇതുപോലുള്ള ഫോണ്ട്. അപ്പം ഇവർക്കെതിരെയുള്ള ഞങ്ങളുടെ ടീമുണ്ട്, ഞങ്ങളുടെ അഡ്വക്കേറ്റും ഞങ്ങളുടെ ടീമുണ്ട്. അത് ഞങ്ങൾ ചെറിയൊരു ഒരു പോത്തുകല്ല് ഇവിടെ നിലമ്പൂരിന് വളരെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, ഇതിൻ്റെ പേര് പോപ്പീസ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്തൊക്കെയോ കംപ്ലയിൻ്റ് ആയ ആളുകൾ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറിൽ, ഞങ്ങൾക്ക് ഒരു 16-17 വർഷം മുമ്പ് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഈ ടോൾ ഫ്രീ നമ്പറിൽ കോൾ വരുന്നു. പോപ്പീസ് എല്ലാം വാങ്ങിയില്ല, വേറെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പറയുന്നു നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലെ ആളുകൾ പെരുമാറുന്നത് ശരിയല്ല. അപ്പോൾ അത്രത്തോളം നമ്മുടെ ബ്രാൻഡിനോട് ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കെതിരെ ഞങ്ങൾ നിയമപരമായി നടപടി സ്വീകരിച്ച് അതിനെതിരെ ഇപ്പോൾ അതൊരു സിസ്റ്റമായി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള പോപ്പീസിനെ അനുകരിക്കുന്ന എല്ലാവർക്കും എതിരെ സിസ്റ്റമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ബേബി ഷോപ്പുകൾ തുടങ്ങിയിട്ട് പോപ്പീസിന് പേര് വെക്കും. ഇതിനെല്ലാം നമ്മുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് വളരെ അലർട്ടാണ്. ചെറിയ കുഞ്ഞു സ്ഥലത്തുള്ള ചെറിയൊരു ബേബി ഷോപ്പ് പോലും പോപ്പീസ് നമ്മൾ കൊടുക്കുന്ന ബോർഡ് കൊടുക്കാറുണ്ട്, ബാനർ കൊടുക്കേണ്ടത്, അല്ലാതെ അവരായിട്ട് നമ്മൾ അവരെ എന്താ പറയുക മെയിൻ ബോർഡിൽ പോപ്പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ലീഗലി ആക്ഷൻ എടുക്കുന്നുണ്ട്. കാരണം അത് നമ്മളെ പോപ്പീസിനെ വിശ്വസിക്കുന്ന ആളുകളെ ഒരു ചീറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓൺ ദി അതർ സൈഡ് പോപ്പീസ് അത്രയ്ക്ക് സക്സസ്ഫുൾ ആയി എന്നുള്ളതും കൂടിയാണ് അതിന് കാരണം. സക്സസ് ആയി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ സക്സസ് ആയിട്ടുള്ള സാമ്പത്തികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 6 വർഷം 7 വർഷം സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാർ UAE-യിലേക്കും യൂറോപ്പ് കൺട്രീസിലേക്കൊക്കെ ഔട്ട്ലെറ്റ്സ് ആയിട്ട് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്റ്റൈൽസും ദ ചോയ്സ് ഓഫ് ഫാബ്രിക്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനത്തെ ചാലഞ്ചസിലും യു ഫൈൻഡ് എ പ്ലേസ്. എങ്ങനെയാണ് സാർ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഹൗ ഡു യു ഫൈൻഡ് എ ഗ്രിപ്പ്? നോർമലി യൂറോപ്യൻ മാർക്കറ്റ്, US മാർക്കറ്റിൻ്റെ ലാസ്റ്റ് സീസണിലെ, അത് കഴിഞ്ഞ സീസണിലെ പ്രൊഡക്റ്റാണ് GCC കൺട്രീസിൽ നോർമലി വരുന്നത്. അതായത് നോർമലി എന്താ പറയുക, ബ്രാൻഡ് ഓണേഴ്സും ഒക്കെ ശരിക്ക് ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ ലാസ്റ്റ് സീസൺ പ്രൊഡക്റ്റാണ് ശരിക്ക് GCC കൺട്രീസിൽ വരുന്നത്. ലാസ്റ്റ് സീസണിൽ എന്താണ്, ഇപ്പോൾ ബാംബു ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ഫാബ്രിക് ആയിരിക്കാം അവിടെ സക്സസ് ആയിട്ടുള്ള ലാസ്റ്റ് സീസൺ. അതാണ് നോർമലി GCC കണ്ടത്. കാരണം നമ്മുടെ സീസൺ എപ്പോഴും ഡിഫറെൻ്റ് ആണ്, നമ്മുടെ സമ്മറും വിൻ്ററൊക്കെ ഡിഫറെൻ്റ് ഉള്ളതുകൊണ്ട് നോർമലി വരുന്നത്. അപ്പം ഞാനിത് വളരെ മുമ്പ് തന്നെ ഞാൻ യാത്ര കൂടുതലായിട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹാൻഡ് ബാഗേജിൻ്റെ വെയിറ്റ് ഞാൻ എപ്പോഴും കുറയ്ക്കും. ഞാൻ യാത്ര ചെയ്തിട്ട് ഇൻ്റർനാഷണൽ, യൂറോപ്പിലായാലും വേറെ രാജ്യങ്ങളിലെല്ലാം ഞാൻ യാത്ര ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എക്സ്ട്രാ ലഗേജും കൂടി ആഡ് ചെയ്തിട്ട് വരിക. കാരണം ഞാൻ ആ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് എല്ലാം ഞാൻ നോർമലി കളക്ട് ചെയ്യും. അത് അനുകരിക്കാൻ വേണ്ടിയല്ല, കാരണം ഗ്ലോബലി എന്താണ് ഇപ്പം അന്നത്തെ സമയത്തൊക്കെ ഇന്ത്യയിൽ, ഇപ്പോഴായാൽ പോലും ഇന്ത്യയിൽ അത്രത്തോളം ബേബി ബ്രാൻഡ്സ് ഇല്ല.
അപ്പോൾ നമുക്ക് ലോകത്ത് എന്താ നടക്കുന്ന എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കളക്ട് ചെയ്ത് ഞാൻ GCC പോയിട്ട് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അത് ശരിക്കും അപ്ഡേറ്റഡ് ആവില്ല, കാരണം ഓൾഡ് സീസൺസ് ആണ്. അപ്പം ഞാനൊരു ന്യൂ സീസൺ ന്യൂ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വരുന്ന സമയത്ത് അതുപോലെ പ്രൊഡക്റ്റ് വരും. നമ്മൾ ഡിസൈൻ ടീമുമായിട്ടിരിക്കും, അവർ ഡിസ്കസ് ചെയ്യും, പുതിയ ഫാബ്രിക് വന്നിട്ടുണ്ട്, ഇതാണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡ്. അതുപോലെ ഡിസൈനേഴ്സുമായിട്ടുള്ള ഇൻ്റർനാഷണൽ എനിക്ക് 2-3 എന്താ പറയുക ഇതുപോലുള്ള UK വെച്ച് എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇൻ്റർനാഷണൽ ഡിസൈനേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു വിഷൻ ഉണ്ട്. അവരൊക്കെ ഒരു 5 ഇയർ പ്ലാനിലാണ് പോകുന്നത്. ഒരു 5 ഇയർ അത്രത്തോളം പ്രോട്ടോ എല്ലാം ഡെവലപ്പ് ചെയ്ത് 5 വർഷം കഴിഞ്ഞ് വരാനുള്ള പ്രോട്ടോ വരെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു യൂറോപ്യൻ മാർക്കറ്റിൽ നോർമലി വരുന്നത്. നമ്മളൊക്കെ നോർമലി ഇപ്പോൾ ഞങ്ങൾ പോലും ഒരു 3 സീസണേ ഒരു പ്രോട്ടോ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുള്ളൂ. അവർ 5 ഇയർ പ്ലാൻഡ്, അവർക്ക് 5 ഇയറിൽ വരാൻ പോകുന്ന സ്റ്റൈലും അത് എന്താ പറയുക, അതുപോലെ തുടരുകയല്ല, അത് പലപ്പോഴും മാറ്റം വരുത്തി റിവ്യൂ ചെയ്ത് ഇൻ്റർനാഷണലി എന്തെല്ലാം ചേഞ്ചസ് എല്ലാം റിവ്യൂ ചെയ്ത്. അപ്പം അവരുള്ള ഡിസ്കഷൻ എനിക്ക് നമ്മുടെ ടീമിനും അതുപോലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. സർ, ബേബി ക്ലോത്തിങ് ടു ബേബി കെയർ പ്രോഡക്ട്സിലേക്ക് സർ എക്സ്പാൻഡ് ചെയ്തല്ലോ, അത് എത്ര സക്സസ്ഫുൾ ആയി? ക്ലോത്തിങ് സെക്ടർ പോലെ തന്നെ ബേബി കെയർ, അതിലും ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ആയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടല്ലോ. അതിൽ എനിക്ക് പറയാനുള്ളത്, പോപ്പീസിൻ്റെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് 2005 നിങ്ങൾ എടുത്തു നോക്കിയാൽ അന്നും പോപ്പീസ് ബേബി കെയർ പേര്. അപ്പം ഞാനിത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരിക്കലും ഇതൊരു പോപ്പീസ് ഗാർമെൻറ്റ് ഉണ്ടാക്കാനല്ല ഈ ബ്രാൻഡ് ഉണ്ടാക്കിയത്. ഞാനിത് ബേബി കെയർ ആയിട്ട് ഞങ്ങൾ തുടക്ക സമയത്ത് കുട്ടികളുടെ ബെഡൊക്കെ നിർമ്മിച്ചിരുന്നു. കുട്ടികൾക്കുള്ള ആ സമയത്ത് നോർമലി അത് ഞങ്ങളുടെ ബേബി ഷോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ. അപ്പം എൻ്റെ സ്വപ്നം അന്ന് തന്നെ കുട്ടികൾക്ക് ഡയപ്പർ വേണം, കുട്ടികൾക്ക് സോപ്പ് ഉണ്ടാക്കണം. അന്നത്തെ ഡയപ്പറിന് ഇത്രത്തോളം നമ്മൾ ജനകീയമായിട്ടില്ല. 2003 ഇത്രത്തോളം എല്ലാ ആളുകളൊന്നും ഡയപ്പർ യൂസ് ചെയ്യുന്നത്. നോർമലി ഒരു യൂറോപ്പിനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ GCCയിലൊക്കെ പോയി വരുന്നവരോ അവരുടെ ഫാമിലിയാണ് ഡയപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ ഞാനതൊരു ബേബി കെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് തുടങ്ങാൻ ഇപ്പോൾ ഒരു 15 വർഷം സമയമെടുത്തു. അപ്പോൾ അതുകൊണ്ട് ആ സ്വപ്നം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് പലപ്പോഴും ഞാൻ എന്താ പറയുക, ജോൺസണ് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതുപോലുള്ള ബ്രാൻഡിന് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇതെല്ലാം അവർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ സ്നഗ്ഗി നമ്മളെ സമൂഹത്തിൽ, നമ്മളെ കേരളത്തിൽ നമ്മളൊക്കെ ഡയപ്പർ എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അത്ര ജനകീയമായ ഒരു ബ്രാൻഡായിരുന്നു സ്നഗ്ഗി. പിന്നീട് പെട്ടെന്ന് സ്നഗ്ഗി അപ്രത്യക്ഷമാവുന്നു. ഇപ്പോൾ വീണ്ടും സ്നഗ്ഗി എന്താ മാർക്കറ്റിൽ വന്നു. ഡയപ്പറിന് പകരം നമ്മൾ സ്നഗ്ഗി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊരു ബേബി കെയർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എല്ലാം ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യും, എല്ലാം ബെഞ്ച് മാർക്ക് ചെയ്യും, എന്നിറക്കണം, എന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ. അങ്ങനെ അത് പ്രകാരം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട പോലെ 2015 ശേഷം ഞങ്ങൾ ഒരു ബേബി കെയർ പ്രോഡക്ട്സിലേക്ക് മാറാമെന്നല്ല, അതുകൂടി പ്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്തത് ബഡ്സാണ്, ഇയർബഡ്സ്. അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ശരിക്കും ഈ ബഡ്സ് എന്നുള്ള പേര് തന്നെ ശരിക്കും ഒരു ബ്രാൻഡിൻ്റെ ട്രേഡ് മാർക്കാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കുള്ള ഇയർബഡ്സാണ് ഞങ്ങൾ ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറക്കിയത്. അതിൽ നിന്ന് കിട്ടിയ കുറേ പാഠങ്ങളുണ്ട്. കാരണം കുട്ടികൾക്ക് ഇയർബഡ്സ് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലാണ് ഞങ്ങളുടെ തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓരോ വർഷം ഓരോന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു R&D ടീമിനെ, കാരണം ഞങ്ങൾക്ക് അന്ന് ഇൻഹൗസ് R&D ടീമില്ല, ഞങ്ങൾ പുറത്തുനിന്നൊരു R&D ആയിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാം. നോർമലി ഗാർമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളൊരു R&D ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ ഒരു പ്രോട്ടോ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ സോപ്പിന് വേണ്ടി ആദ്യം എവിടെയൊക്കെ ബാംഗ്ലൂർ പോയി, അതുപോലെ ബോംബെയിലുള്ള ഒക്കെ മാനുഫാക്ചേഴ്സുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഒരു ഫോർമുല സെറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളൊരു ബേബി കെയറിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഇൻ്റർനാഷണലി ഞങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ മന്ത് ഞങ്ങളെ FMCG ഡിവിഷനായിട്ട് മാറിയിട്ടുണ്ട്. അത് ഓരോ മന്തും ഞങ്ങൾ ഗ്രോത്താണ്. ഓക്കെ. പോപ്പീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 22 വർഷമായി. സോ ഈ സമയത്ത് ഈ ഒരു ജേർണിയിൽ സർ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്ത് ചെയ്യണമായിരുന്നു, എന്ത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് നോളജ് സർ ഗ്യാദർ ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട് ഇഫ് പോപ്പീസ് അല്ലെങ്കിൽ ഒരു ബേബി ക്ലോത്തിങ് ബ്രാൻഡ് സാറ് നാളെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, നാളെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സാറ് ഹൗ ഡിഫറെൻറ്റ് ഇറ്റ് വുഡ് ബി? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നാളെയാണ് ഞാൻ പോപ്പീസ്, എനിക്ക് ഒരുപാട് ഞാൻ എന്താ പറയുക, ഓൺടർപ്രണേഴ്സായി വരുന്നവരോട്, ബിസിനസ്സിലേക്ക് വരുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസാണ്, നമ്മളൊരു ബിസിനസ്, നമ്മളിപ്പോൾ ഒരു IAS കാരനാകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്, അതെന്താ പറയുക, ഡോക്ടറാകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ഒരുങ്ങി അല്ലെങ്കിൽ അതിൽ പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ എന്നെപ്പോലുള്ള ബിസിനസ് ഞാൻ തുടക്കക്കാർ, അന്നത്തെ കാലത്തുള്ള തുടക്കക്കാരെല്ലാം നമ്മൾ ബിസിനസ്സിൽ വന്നിട്ടാണ് പലപ്പോഴും ബിസിനസ്സിൻ്റെ പാഠങ്ങൾ പഠിക്കുന്നത്.
അപ്പോൾ ഇനി ഞാൻ നാളെയാണ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ എനിക്ക് ഒത്തിരി പോപ്പീസിന് വേണ്ടി എന്താ പറയുക ഇനിയും കൂടുതൽ ഇപ്പോൾ വന്നതിൽ കൂടുതൽ ഒരുങ്ങി ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ പോപ്പീസ് ഇത് ക്വാളിറ്റി പോരാ, അതായത് ഞാൻ എല്ലാവരും പറയുന്ന പോപ്പീസ് നല്ല ക്വാളിറ്റിയാണ്, എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് പൂർണ്ണത എത്തിയിട്ടില്ല, ഇനിയും കൂടുതൽ എന്താ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള ഒരു റിസർച്ചും അനാലിസിസും നടത്തിയിട്ട് എന്താ പറയുക ഒരു ഫുള്ളി ഞാനിപ്പോഴാണ് ഒരു 5 ഇയർ ആയിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ ബാംബു പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ട് ഈ ലാസ്റ്റ് 3 months ബിഫോറാണ് ഞങ്ങൾ കുട്ടികൾക്കുള്ള ബാംബു പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തത്. ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കും. ഓരോ ദിവസവും പുതിയത് കാണുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താ പറയുക ആണെന്ന് തോന്നും. അപ്പോൾ ഇനിയും എനിക്ക് ഒരുപാട് ഒരുങ്ങാനുണ്ടെന്ന് എൻ്റെ തോന്നൽ. ഈവൻ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം പാരൻസ് ആണ്, ഞങ്ങൾക്ക് ഒരു 1 year old ബേബി ഉണ്ട്. നമ്മൾ തന്നെ ആക്ച്വലി നമ്മുടെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ തന്നെ വി ആർ റെഡി ടു റിസർച്ച് ഓൺ തിങ്സ്. ബേബിക്ക് ഏറ്റവും ബെസ്റ്റ് വേണം എന്നുള്ളത് റിസർച്ച് ചെയ്ത് ഏത് ബെസ്റ്റ് ആണെന്ന് കണ്ടുപിടിക്കുന്നതിൽ ഒരുപാട് എഫേർട്ട് നമ്മൾ ആസ് എ പാരൻസ് ഇടുന്നുണ്ട്. സോ യു ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ഇൻ ദാറ്റ്. അതാ പറഞ്ഞത്, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഞാൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ മോനുണ്ടാകുന്നത്. അപ്പം പിന്നെ 3 കുട്ടികളാണ്. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഓരോ കാര്യത്തിലും എൻ്റെ കുഞ്ഞിന് എന്താണ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത്, എൻ്റെ മോൻ എന്താണ് എൻ്റെ മോൾക്ക് എന്താണ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത്, ആ സെയിം പ്രോഡക്റ്റാണ് ഞാൻ ഞങ്ങളുടെ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണോ എൻ്റെ കുഞ്ഞിനോട് എനിക്ക് തോന്നിയിട്ടുള്ള വാത്സല്യം, എന്താണ് ഇഷ്ടം, ആ ഇഷ്ടവും എൻ്റെ വൈഫും ഞങ്ങൾ കൂടെ നിന്ന് ആ ആഗ്രഹത്തോടും ഇഷ്ടത്തോടുമാണ് ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കുന്നത്. ഇന്നും കുട്ടികൾ വലുതായി, അവരുടെ ഏജൊക്കെ കഴിഞ്ഞു, എങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായി, തൽക്കാലം ഇത് പൊയ്ക്കോട്ടെ, തൽക്കാലം ഇത് എന്താ പറയുക ആ ഒരു തൽക്കാലമല്ല. ഫുഡാണെങ്കിൽ പോലും ആളുകൾ പറയും തൽക്കാലം ചെറിയൊരു കംപ്ലയിൻ്റ് ആയി തൽക്കാലം പോയിക്കോട്ടെ. ഞാൻ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. തൽക്കാലം എന്നുള്ളൊരു വാക്ക് നമ്മുടെ ടീമിൽ എവിടെയില്ല. കംപ്ലയിൻ്റ് ആണ്. ചിലപ്പോൾ ഒരു യെല്ലോയിഷ് ടോൺ വരും. ചിലപ്പോൾ ഈ വൈറ്റ് ഫാബ്രിക് എടുക്കുന്ന സമയത്ത് യെല്ലോയിഷ് ടോൺ വരും. ആ യെല്ലോയിഷ് ടോൺ വന്നാൽ ചിലപ്പം നോർമലി ആളുകൾക്കൊന്നും കണ്ടാൽ ഞങ്ങളുടെ ലൈറ്റിൽ വെച്ച് ഞങ്ങൾക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ആ പ്രൊഡക്റ്റ് വരെ ഞങ്ങൾ മാർക്കറ്റിൽ ചിലപ്പം സെയിലായിട്ട് പോയിട്ടുണ്ടാവും. അത് ഞങ്ങൾ റീകോൾ ചെയ്യും, തിരിച്ച് വിളിച്ചിട്ട് അതുവരെ ഞങ്ങൾ എന്താ പറയുക മാർക്കറ്റിൽ പോകാൻ സമ്മതിക്കില്ല. അത് കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് ഇച്ചിങ്ങോ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന എൻ്റെ കുട്ടികൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ഇറിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത്രയും ടെൻഷൻ ആവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അത്രയും ടെൻഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആളുകൾ ഉപയോഗിച്ചതുകൊണ്ട് ഒരു കുഞ്ഞിനൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല, അവരുടെ പാരൻസിന് വിഷമം ഉണ്ടാകാൻ പാടില്ല. പാരൻസ് ഹാപ്പി ആയിരുന്നു കഴിഞ്ഞാൽ നോർമലി കുഞ്ഞ് ഹാപ്പി ആയിരുന്നാൽ പാരൻസ് ഹാപ്പി ആയിരിക്കും. പാരൻസ് ഹാപ്പി ആയിരുന്നു കഴിഞ്ഞാൽ പോപ്പീസിലെ ടീമും പോപ്പീസും ബ്രാൻഡും ഹാപ്പി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ഇപ്പോൾ ഗാർമെന്റ്സ് ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ സാറ പോലെ, ഷീൻ, അതേപോലെ വെസ്റ്റ് സൈഡ്, നമ്മളുടെ സുഡിയോ, ആ ഒരു ട്രെൻഡ്, ഒരു ഫാസ്റ്റ് ഫാഷൻ ട്രെൻഡ് നമ്മളെ ബേബി ക്ലോത്തിങ്ങിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ? വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ബേബി ക്ലോത്തിങ്ങിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ സക്സസ് അല്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞ, ഞാൻ ബ്രാൻഡിൻ്റെ ഒന്നിൻ്റെ പേര് പറയുന്നില്ല, ഇവരെ സ്റ്റോറിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്മെല്ലുണ്ട്. നോർമലി ഇവരെ ഫാബ്രിക്കിനൊരു അത് കാരണം കോസ്റ്റ് കുറയ്ക്കുക. 3 മോഡൽ ബിസിനസ് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഒന്ന് നമുക്ക് എന്താ പറയുക നല്ല ഇപ്പോൾ അർമാനി പോലെ അല്ലെങ്കിൽ ബിഗ് ബ്രാൻഡായിട്ട്, അല്ലെങ്കിൽ ആപ്പിൾ പോലെ ബിഗ് ബ്രാൻഡായിട്ട് ആളുകൾ എന്താ പറയുക റോളക്സ് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ബിഗ് ബ്രാൻഡ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആളുകൾ അൾട്രാ പ്രീമിയം, ആളുകൾ അതിനെ എന്താ പറയുക അതിനുവേണ്ടി കാത്തിരിക്കുന്നു, അതല്ലെങ്കിൽ അത് മാത്രം കിട്ടിയാൽ ഉപയോഗിക്കുന്നു, അത് വളരെ പ്രൗഡായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ബ്രാൻഡ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ട്രസ്റ്റുള്ള ബ്രാൻഡ്. രണ്ടാമത്തെ നോർമലി നമുക്കറിയാം കുറേ ബ്രാൻഡ് ഉണ്ട്, അത് ട്രസ്റ്റാണ്. നമുക്ക് ആ ബ്രാൻഡിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അതാണ് നോർമലി ആളുകൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ മോഡലാണ് ചീപ്പർ അല്ലെങ്കിൽ ഓഫർ, അല്ലെങ്കിൽ അതാണ് അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ആഫ്റ്റർ കോവിഡുള്ള ട്രെൻഡാണ്. കുറേ ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ ബ്രാൻഡിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഇന്ത്യയിലെ വലിയൊരു ബിസിനസ് ഹൗസ് തുടങ്ങി. അവരെന്ത് ചെയ്യും, നമ്മൾ അവരുടെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ കൂപ്പൺ തരും. എന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും ഡിസ്കൗണ്ട്, അത് ചെല്ലുമ്പോൾ വീണ്ടും കയ്യിൽ കുറേ കൂപ്പൺ തരും. അവർ കേരളത്തിൽ തന്നെ ഏതാണ്ട് 1000-ഓളം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അവർ ഗാർമെൻറ്റ് റെഡിമെയ്ഡ് ഷോപ്പുകൾ ആ ബ്രാൻഡ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, വേറൊരു ബ്രാൻഡ് വന്നിട്ട് ആ ബ്രാൻഡ് ഇവരെക്കാളിലും എന്ത് ചെയ്തു, ചീപ്പറായിട്ട് 99 മുതൽ 999 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് വന്നു. ഈ പറഞ്ഞ ആളുകൾ നേരത്തെ പറഞ്ഞ കൂപ്പൺ വാങ്ങിയ ആൾക്കാരെല്ലാം കൂപ്പണെല്ലാം ഒഴിവാക്കിയിട്ട് നേരെ അങ്ങോട്ട് കയറി. അത് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ബ്രാൻഡിന് തോന്നി എന്നാൽ ഞങ്ങളും ആ മോഡൽ, അവരും ആ മോഡൽ. ഇതിനകത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ, ഈവൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ ബ്രാൻഡിൻ്റെ
പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലിപ്പം ഞങ്ങളുടെ മഞ്ചേരിയിലുള്ള ഒരു ബിസിനസ് ഓണറും കോട്ടക്കൽ ബിസിനസ് ഓണറും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു, പ്രാദേശികമായിട്ട് ഇവരെല്ലാം ഇതിൻ്റെ കുറേ സാമ്പിളും കളക്ട് ചെയ്തിട്ട് മാനുഫാക്ചേഴ്സ് എല്ലാം തുടങ്ങി. ഞങ്ങൾക്കും വേണം ഇതുപോലത്തെ തുണി. ഞങ്ങൾക്കും ഇപ്പോൾ എന്ത് ചെയ്തു, പ്രാദേശികമായിട്ട് ഇതുപോലെയുള്ള എന്താ പറയുക 99 എന്നുള്ള 69 മുതൽ എന്താ പറയുക 699 എന്നുള്ള രീതിയിൽ ഷോപ്പ് വരാൻ തുടങ്ങി. വീണ്ടും കസ്റ്റമർ അങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ തുടങ്ങി. ഈ പോക്ക് ഒരു 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 പരിധി ഉണ്ട്. ഇത് കുറച്ച് എന്താ പറയുക, നമ്മൾ ആദ്യം നമ്മുടെ ടെലിഫോൺ കമ്പനികൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ഇവർ എന്താ പ്രൈസ് കുറച്ചിട്ട് ബിസിനസ് ചെയ്തു. അവസാനം ഇവർക്ക് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇതിനൊരു ഒരു പരിധിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബ്രാൻഡ് നോർമലി എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ ബ്രാൻഡിൻ്റെ കാര്യത്തിൽ ആളുകൾ അവരുടെ സെയിൽസ് വളരെ കുറവാണ്. ലൈഫ് സ്റ്റൈലായാലും ഇവരെല്ലാവരുമായിട്ടും ന്യൂ ബോൺ ഡ്രസ്സിൻ്റെ സെയിൽസ് അവർക്ക് വളരെ കുറവാണ്. ആളുകൾക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വാങ്ങുന്ന കാര്യത്തിൽ ഒന്നാമത് പണ്ടത്തെ പോലെ 3 കുട്ടികളും 4 കുട്ടികളും 5 കുട്ടികളും ഇല്ല. ഒന്നും മിക്കവാറും 1 അല്ലെങ്കിൽ 2 ഉള്ളൂ. ആ കുട്ടികളുടെ കാര്യത്തിൽ ആളുകൾ ഇപ്പം ഞങ്ങൾ സർവേ നടത്തിയപ്പം പണ്ട് എന്താ പറയുക കുട്ടികളുടെ എണ്ണം നോർമലി കേരളത്തിലെ സർവേ, ഇന്ത്യയിൽ മൊത്തം നടത്തിയ സർവേയിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, പക്ഷേ ബൈയിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ ഈ CAGR അതിൻ്റെ ഗ്രോത്ത്, ബേബി കെയർ ഇൻഡസ്ട്രിയിൽ ബേബി ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഗ്രോത്ത് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി. കാരണം വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങുന്നു. അതുപോലെ ആദ്യം പോയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങുന്നു, അത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ചെയ്യാൻ. ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്താ വെച്ചാൽ 1-2 ഗാർമെൻറ്റ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് സ്റ്റിക്കർ പൊളിച്ച് കളയും. ഇന്നതല്ല. ആളുകൾ ഇപ്പോൾ പോപ്പീസിൻ്റെ സ്റ്റോറിൽ ഞങ്ങൾ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ആളുകൾ പോപ്പീസിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി പോപ്പീസിൻ്റെ ആ പിങ്ക് കളർ കവറിലിട്ടിട്ട് ചില ആളുകൾ ഒരു കവറും കൂടി തരുന്നതായിരിക്കും. കാരണം അവർക്ക് വേറെ എവിടെയെങ്കിലും വാങ്ങിയാൽ കൂടി ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൗഡായിട്ട് ഈ ഗിഫ്റ്റ് ചെയ്യാൻ പോപ്പീസിൻ്റെ കവറിൽ തന്നെ കൊടുക്കണം എന്ന് ആളുകളൊരു എന്താ പറയുക ട്രസ്റ്റ് ഉണ്ട് ബ്രാൻഡിനോട്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഞങ്ങൾ മൈസൂർ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളികൾക്കെല്ലാം പോപ്പീസ് അറിയാം. മൈസൂർ ഞങ്ങളൊരു മാർക്കറ്റും അല്ല, ഒരു എന്താ പറയുക ഒരു ബി ക്ലാസ് മാർക്കറ്റാണ്. അവിടെ ഞങ്ങളുടെ ടാർഗറ്റിൻ്റെ വാട്ട് ഈസ് ബി ക്ലാസ് മാർക്കറ്റ്? അത് ഞങ്ങൾ A ക്ലാസ് മാർക്കറ്റ്, B ക്ലാസ് ഒരു കോർപ്പറേഷനാണ് ഞങ്ങളൊരു A ക്ലാസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ B ക്ലാസ് മാർക്കറ്റിലുള്ള മൈസൂർ സ്റ്റോറ് ഞങ്ങളെ ടാർഗറ്റിൻ്റെ 30% ഗ്രോത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രൊഡക്റ്റ് വാങ്ങിയ അതുപോലെ ഞങ്ങളുടെ എന്താ പറയുക റിപ്പീറ്റ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഞങ്ങൾക്ക് മിക്ക ബ്രാൻഡുകളും നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ ബ്രാൻഡുകൾക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് അവർ 60% ഉള്ളൂ. ഞങ്ങൾക്ക് 80% റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. സാർ നേരത്തെ ഈ പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ത്യ പോപ്പുലേഷനിൽ നമ്പർ 1 ആണ്. പക്ഷേ നമ്മളിപ്പോൾ ജപ്പാനിലെ കാര്യം അല്ലെങ്കിൽ ചില യൂറോപ്യൻ കൺട്രീസിൻ്റെ കേസൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ യങ്ങർ ജനറേഷൻ ദേ ആർ റിലക്റ്റൻറ്റ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ്. അതേപോലെ ഈവൻ ചൈനയിലും ആ ഒരു ട്രെൻഡ് കാണുന്നുണ്ടെന്ന് ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ വന്നിട്ടുണ്ട്. ഡസ് ദാറ്റ് കൺസേൺസ് യു ഇൻ എനി വേ ബിസിനസിൻ്റെ സ്കെയിലിംഗ് അപ്പിനെ പറ്റി? ഇതൊരു ട്രെൻഡാണ് ശരിക്കും. നോർമലി എന്താ പറയുക, ഇത് ഓരോ കാലഘട്ടത്തിൻ്റെ ട്രെൻഡാണ്. ഇതിനകത്ത് നിന്ന് ഇനി മാറി, കാരണം ഇത് കുട്ടികളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സമൂഹം വരുന്ന സമയത്ത് നോർമലി ഒന്ന് എന്താ പറയുക റൂളേഴ്സ് ഇപ്പം തന്നെ ചൈന തന്നെ ആദ്യം ഒരു കുട്ടി മതി എന്ന് പറഞ്ഞു. കുട്ടികൾ ഇല്ലാത്തവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം എന്ത് ചെയ്തു, ചൈന തന്നെ നിങ്ങൾക്ക് 2 കുട്ടികളുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി, 3 കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ഇപ്പം പല മതങ്ങളും ഇതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുട്ടികൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ഞങ്ങൾ തരാം, സ്കൂളിൽ പഠിക്കാൻ ആ ലെവലിൽ ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ട്രെൻഡാണ്. ഈ ട്രെൻഡിന് ഒരു അവസാനമുണ്ട്. അത് കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ പോപ്പുലേഷൻ്റെ എന്താ ഗ്രോത്ത് റേറ്റ് അതുപോലുള്ള കൺട്രി കുറഞ്ഞെങ്കിലും ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ചൈനയെ കഴിഞ്ഞ എന്താ പറയുക ഒരു വർഷം 1.5 വർഷം മുമ്പ് ചൈനയെ നമ്മൾ ഓവർകം ചെയ്തു. ഇന്ത്യയുടെ കാരണം നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ കേരളം മാത്രം അല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് 50% ബിലോ ആണ്. അപ്പം അവിടെ ഗ്രോത്ത് റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, കുറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ ബില്യൺ എല്ലാ ബിസിനസ്സും പോപ്പീസ് ടാപ്പ് ചെയ്യാൻ ചിന്തിച്ചില്ല. ഒരു ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തുക. എൻ്റെ ഒരു ലക്ഷ്യം തന്നെ, സ്വപ്നം തന്നെ എല്ലാവർക്കും പോപ്പീസിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നില്ല. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതിന് ഒരു റീസണബിൾ പ്രൈസിൽ നമ്മൾ എത്തിക്കുക. അപ്പോൾ ആ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോപ്പീസ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് ഇഷ്ടം പോലെ ആളുകളുണ്ട് ക്വാളിറ്റി തരുന്ന ആളുകൾ. ഇതിൽ ടൈം ടു ടൈം ഉണ്ടാകുന്ന പല ഡിമാൻഡ്സും എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? പ്ലസ് ഓരോ സീസൺ വൈസും പല ചേഞ്ചസ് നമ്മൾ ക്ലോത്തിൽ വരത്തില്ലേ? ഇപ്പോൾ ഇന്ത്യയിലുള്ള പോലെ ആയിരിക്കില്ല സാർ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടാവുക. അത് തന്നെ സീസൺ വൈസും ഡിഫറൻസ് ഉണ്ടാവും. അതെങ്ങനെയാണ് അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു 3 ഫാക്ടറി വെച്ചിട്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർ യു തിങ്കിങ്? ഇപ്പം നോർമലി ഞങ്ങളുടെ ഫോക്കസ് വിൻ്റർ പ്രൊഡക്ട്സിന്, ഹെവി വിൻ്റർ പ്രൊഡക്ട്സിന് ഞങ്ങൾ ഫോക്കസ് കൊടുത്തില്ല.
അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നതൊക്കെ ഇപ്പോൾ GCC ആണെങ്കിൽ അവിടെ ഹെവി വിൻ്റർ ഇല്ല. ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഞങ്ങളിപ്പോൾ റീറ്റെയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ ഇപ്പം ഞങ്ങളെ ഹോൾസെയിൽ ഡിവിഷൻ ആണെങ്കിലും എന്തെങ്കിലും റീസൺ ഉണ്ടോ സാർ? അല്ല, ഞങ്ങൾ ഹെവി വിൻ്റർ MOQയും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എല്ലാത്തിനും ഒരു റോഡ് മാപ്പ് ഉണ്ട്, അതിന് ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അടുത്ത ഫിനാൻഷ്യലിൽ ഞങ്ങൾ പഞ്ചാബ്, ഡൽഹി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഞങ്ങൾ ഹോൾസെയിൽ ഡിവിഷനും ഞങ്ങൾ ഹെവി വിൻ്റർ, കാരണം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ല, ഹെവി വിൻ്ററിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല, ഏറ്റവും ഇഷ്ടംപോലെ ഇപ്പം എന്താ പറയുക, ലുധിയാനയാണ് ഏറ്റവും വലിയ മാർക്കറ്റ് ഹെവി വിൻ്റർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മാർക്കറ്റിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ പോപ്പീസ് ഞങ്ങൾ പഞ്ചാബിൽ ഒരു 5% ബിസിനസ് ഞങ്ങൾ പഞ്ചാബിൽ ചെയ്യുന്നുണ്ട്. അപ്പം പോപ്പീസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണല്ലോ ആൾ വാങ്ങുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നത്. അപ്പം ഗ്ലോബലി ഞങ്ങൾക്ക് അത് എല്ലായിടത്തും ഞങ്ങൾക്ക് ഏത് സീസൺ ചേഞ്ച് വന്നാലും ഞങ്ങൾ ഇത്രത്തോളം അതിൽ ഡീപ്പ് റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് മാർക്കറ്റിലും ഏത് സീസണിലും ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ന്യൂ അറൈവൽസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുക? എത്ര ടൈംസ് ഉണ്ടാവും അത് ഇൻ എ ഇയർ? ഞങ്ങൾ നോർമലി അത് ഒരു ഗ്ലോബൽ ഒരു ഇത് വെച്ചാൽ ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ 3 സീസണാണ് ശരിക്കും. ഒന്ന് വിൻ്റർ, ഓട്ടൺ വിൻ്റർ, സമ്മർ. നോർമലി ഞങ്ങളും ആ മോഡലാണ്. ഇപ്പോൾ കേരളത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ എപ്പോഴും ഒരു പ്രോട്ടോ ഡെവലപ്പ് ചെയ്യും. അടുത്ത സീസണിൽ പ്രോട്ടോ ഡെവലപ്പ് ചെയ്യും. ഒരു 1 ഇയർ പ്രോട്ടോ ഉണ്ട്. പ്രോട്ടോ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഞങ്ങളുടെ ഡിസൈനേഴ്സ് ടീമെല്ലാം ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ ടീം എല്ലാവരും കാണും. അതുപോലെ സെയിൽസുകാരെല്ലാവരും മീറ്റിംഗ് വിളിക്കും, അവരെല്ലാവരും കാണും. എന്നിട്ട് അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നെങ്കിൽ ചേഞ്ച് വരുത്തും. ആ ചേഞ്ച് വരുത്തിയ പ്രൊഡക്റ്റാണ് ഞങ്ങൾ അടുത്ത എന്താ പറയുക പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. അങ്ങനെ അപ്പോഴേക്കും അടുത്ത ആ വർഷത്തേക്കുള്ള പ്രോട്ടോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രോട്ടോ ഞങ്ങളുടെ ടീമെല്ലാവരും ഞങ്ങൾ അനാലിസ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, ഡിസൈനിൽ ചേഞ്ച് വരുത്താണ്ടോ. പക്ഷേ അതൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വന്നിട്ട് ഭയങ്കര, നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര വൈബ്രൻ്റ് ആയ ഡിസൈൻസ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷേ വൈബ്രൻ്റ് ആയ ഡിസൈൻസ് വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ എന്താ പറയുക, കുട്ടികൾക്ക് ശരീരത്തിൽ ഇങ്ങനെ കൊള്ളുന്ന ഒരു എന്താ പറയുക അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ സീക്വൻസ് ഉള്ള സാധനങ്ങൾ, അതുപോലെ എന്താ പറയുക ഹാൻഡ് വർക്കൊക്കെ കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക്, എസ്പെഷ്യലി കുഞ്ഞു കുട്ടികൾക്ക് ഇതെല്ലാം ഞങ്ങൾ എന്താ പറയുക വേണ്ടാന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. ഫ്യൂച്ചറിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാർ ഇപ്പം നോക്കിയാൽ ഒരുപാട് പുതിയ ഈ ബുട്ടീക്ക് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലേഡീസ് പല ഫൗണ്ടേഴ്സും അവർ ഈ സാരി മാത്രം ഉള്ള ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ബേബി ക്ലോത്തിങ്ങിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ എത്നിക് ബേബി ക്ലോത്തിങ് മാത്രം ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. ബാംബു മാത്രം ചെയ്യുന്ന ടീമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. ബേബി ക്ലോത്തിങ് ആണെങ്കിലും ഓവറോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും. സാർ ഏത് മൊമെൻറ്റിലാണ് നമ്മളിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് പിന്നെ ഒരു ഓൺ ഫാക്ടറി എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കേണ്ടത് എപ്പോഴാണ്, ഏത് മൊമെൻറ്റിലാണ്? അങ്ങനെ അതെങ്ങനെയാണ് പോസിബിൾ ആണല്ലോ? ആസ് ഇൻ അതൊരു ലോണൊക്കെ എടുത്ത് ചെയ്യുന്നതാണോ എന്നല്ല, എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടിട്ട് നമ്മൾ എന്താ പറയുക നേരത്തെ പറഞ്ഞ ലോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിലേക്ക് ഇറങ്ങുന്നതിന് പകരം ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഫേസ്ബുക്ക് ആയിരുന്നു അതിന് മുമ്പ്, എന്താ പറയുക വേറൊരു ടിക്ടോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ വേറെ, ഇതൊക്കെ മാറി ഇതൊരു ട്രെൻഡ് സെറ്റേഴ്സ്, അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. എന്താ പറയുക, ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന സ്റ്റോറിയാണ്. നിലമ്പൂർ ഒരു വീഡിയോ കാസറ്റ് സെയിൽ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹത്തോട് എല്ലാവരും പറയും വീഡിയോ കാസറ്റ് ട്രെൻഡ്, ഞാൻ ഭയങ്കര എന്താ പറയുക ഫേമസ് ആണ്, ഇതൊന്നും മാറില്ല എന്ന് പറഞ്ഞു. പിന്നീട് CD വന്നപ്പോഴേക്കും പുള്ളിയുടെ എന്താ പറയുക പുള്ളി CD വാങ്ങി വെച്ചു. അപ്പോഴേക്കും എന്താ പറയുക CDയും അപ്രതീക്ഷയായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പുള്ളി ഇപ്പം ആ ബിസിനസ് എല്ലാം വിട്ടു. ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റി ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 ആളുകൾ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾ കാണുന്നൊരു സമൂഹം നമ്മളുടെ ഫോളോവേഴ്സാണ്, ഇവരെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങും എന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ ഇതിലേക്ക് പോകാതെ നമ്മൾ ഫിസിക്കലി, അതൊരു ഓൺലൈൻ ബിസിനസ്സാണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ഒരു ഫിസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ എത്തിച്ച് അവിടെ റീസെല്ലിംഗ് നടക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നമ്മളൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി എന്താ പറയുക ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫണ്ട് റേസിംഗ് ഒക്കെ ചെയ്തിട്ടാണെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ, ഇൻ ടേംസ് ഓഫ് റവന്യൂ ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചെയ്യുന്ന പല ആളുകളും ഇപ്പോൾ തിരുപ്പൂർ പോലുള്ള സ്ഥലം പല ഇങ്ങനെയുള്ള ഇപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെ സാധനങ്ങൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിലേക്കൊക്കെ ചെയ്യുന്നുണ്ട്. സാധനം എടുത്ത് ഇവിടെ കുറച്ചുകൂടി പ്രൈസ് കൂട്ടി വിൽക്കുക. അത് റവന്യൂ വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏത് മൈൽ സ്റ്റോൺ എത്തുമ്പോഴാണ് ശരിക്കും ഒരു ഓൺ ഫാക്ടറി എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങേണ്ടത്? ഞാൻ അതിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് ക്വാളിറ്റി കീപ്പ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ മോഡൽ ഏറ്റവും ബെറ്റർ ഓൺ ഫാക്ടറി എന്നുള്ള സാധനം ഞാൻ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ബിസിനസ്സിൽ പുതുതായിട്ട് വരുന്നവരുണ്ട്
ഓൺ ഫാക്ടറി എന്നുള്ള മോഡലിനേക്കാളും എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം കുറച്ചുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ഏറ്റവും സ്ലിമ്മായ മോഡൽ, ഞാൻ എൻ്റെ ഉപയോഗിക്കുന്ന വേർഡ് ഏറ്റവും സ്ലിമ്മായ മോഡൽ നിങ്ങൾ ഉപയോഗിക്കുക, മാൻ പവർ ഏറ്റവും കുറഞ്ഞൊരു മോഡൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ സക്സസ് ആയി പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടോപ്പ് ലൈൻ നമ്പേഴ്സ് അല്ല ഇതിലൊന്നും കാര്യം. നമ്മൾ ഉദ്ദേശിച്ചൊരു എന്താ പറയുക പ്രോഫിറ്റ് ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇത് നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ശരിക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്ത് ബെഞ്ച് മാർക്ക് ചെയ്യുക. ഞാൻ ഈ വർഷം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വേണ്ടി എനിക്ക് ഒരു 25 ലക്ഷം രൂപ മതി, അത് നമ്മൾ ഹാപ്പിയാണ്. അടുത്ത വർഷം ഞാൻ വാങ്ങാൻ പോകുന്നത് ഞാൻ ഈ കാറാണ്, അപ്പോൾ എനിക്കൊരു 50 ലക്ഷം വേണം. അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ നമ്മുടെ സംതൃപ്തി, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇത് ഫുൾഫിൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തുടരുകയാണ് നല്ലത്. അതിനുവേണ്ടി പിന്നെ നമ്മൾ സ്വരൂപിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഈ റവന്യൂ, ഈ പ്രോഫിറ്റും ഇതെല്ലാം എടുത്ത് നമ്മൾ ഫാക്ടറി ഉണ്ടാക്കി നാളെ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, നമ്മൾ പോയി സ്റ്റക്ക് ആകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആ മോഡൽ കണ്ടിന്യൂ ആണെങ്കിൽ നമ്മളെപ്പോഴും ഫാക്ടറി മോഡലിലേക്ക് പോവുകയാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് ഇത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മളിതിൻ്റെ എന്താ പറയുക സീക്രട്ട് എല്ലാം ഔട്ടാവും. അപ്പം അതുകൊണ്ട് ഇത് എൻ്റെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഇതെല്ലാം മറ്റുള്ളവർ അറിയും, വേറെ ഫാക്ടറിക്കാരെ അറിയും. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മളൊരു ഓൺ ഫാക്ടറിയുടെ കാര്യം ഞാൻ തുടങ്ങിയ സമയത്ത് കാരണം വേറൊരു ബേബി പ്രൊഡക്റ്റും ബ്രാൻഡൊന്നും നമ്മുടെ നാട്ടിലില്ല. അന്ന് എനിക്ക് എൻ്റെ MOQ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു MOQ ആണ്. ആ സമയത്ത് എനിക്ക് ഓൺ മാനുഫാക്ചറിങ് ചെയ്യാം. ഞാൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ്, കാരണം ഞാൻ ചെല്ലുന്നത് എന്താ പറയുക ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത്. അവിടെ തിരുപ്പൂരിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ചീപ്പറായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ ഓൺ മാനുഫാക്ചറിങ് ചെയ്യാതെ ഞാൻ പുറത്ത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കോസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ഇന്ന് നമ്മുടെ മാറി, ഇപ്പോൾ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്തില്ലെങ്കിലും ഒരു ക്വാളിറ്റി ടീം ഞങ്ങൾക്ക് സ്ട്രോങ് ആണ്. ഞങ്ങൾ ടീം ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഗാർമെൻറ്റിൻ്റെ കാര്യത്തിൽ ഔട്ട്സോഴ്സിങ് തീരുമാനിച്ചില്ല. പക്ഷേ ഞങ്ങൾ ബേബി സോപ്പ് ഞങ്ങൾ ഔട്ട്സോഴ്സിങ് ആണ്. ഫോർമുല നമ്മുടെ ഓൺ ഫോർമുലയാണ്. ബേബി പൗഡർ, ബേബി ഡയപ്പർ, ഇതെല്ലാം ഞങ്ങൾ ആ മോഡലൊക്കെ ഞങ്ങൾ എന്താ പറയുക ഔട്ട്സോഴ്സിങ് ആണ്. ഞങ്ങൾ ഓൺ ഫാക്ടറി അത് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പം ബഡ്ഡിങ് ഓൺട്രപ്രീനേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഈ മാനുഫാക്ചേഴ്സിനെ പോയി മീറ്റ് ചെയ്യുന്ന സമയത്ത് ദിൽ ബി ഹാവിങ് എ ഫ്ലോ അല്ലേ? ചിലപ്പോൾ ഒരു സാമ്പിളിംഗ് ആയിരിക്കും ഇനീഷ്യൽ പ്രോസസ്സ് ഉണ്ടാവുക. അപ്പം ആക്ച്വലി ആ മാനുഫാക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫ്ലോ എന്താണ്? നമ്മൾ ആസ് എ ഓൺട്രപ്രീനർ നമ്മളെടുത്ത് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ലൈക്ക് സാമ്പിൾസിൽ സ്റ്റെപ്സ് ഉണ്ടോ, പ്രോട്ടോ അങ്ങനെ? ഗാർമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ള ആദ്യത്തെ. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടേതല്ല. നമുക്ക് ഓൺലൈനുണ്ട്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് നമ്മൾ ഇൻ്റർനാഷണലി നാഷണലി ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ. അതിനുശേഷം നമുക്ക് പറ്റുമെങ്കിൽ ഒരു പ്രോട്ടോ അതിനൊരു പ്രോട്ടോ ഡെവലപ്മെൻറ്റ് നമുക്ക് ഓൺ ടീം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ പ്രോട്ടോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ആളുകൾ വെച്ച് നമ്മൾ പ്രോട്ടോ സിമിലർ ഫാബ്രിക് കിട്ടും, അല്ലെങ്കിൽ സിമിലർ ട്രിംസ് ഒക്കെ സിമിലർ ആയിട്ടുള്ള കിട്ടിയിട്ട് അതുപോലുള്ള പ്രോട്ടോ ഡെവലപ്പ് ചെയ്യുന്നു. ഈ പ്രോട്ടോ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഘട്ടം. പിന്നെ സാമ്പിൾ ഡെവലപ്മെൻറ്റും നമുക്ക് അടുത്ത ചില വലിയ ഫാക്ടറികളൊക്കെ ആണെങ്കിൽ സാമ്പിൾ നമ്മളെ MOQ വളരെ കുറവാണെങ്കിൽ സാമ്പിൾ ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടോ ടീമിനെ കൊണ്ട് ഒരു സാമ്പിൾ ഡെവലപ്മെൻറ്റും കൂടി എടുക്കാൻ പറ്റും. അതല്ല നമ്മുടെ MOQ നമുക്ക് വളരെ വലിയ പ്ലാറ്റ്ഫോം ഉണ്ട് സെല് ചെയ്യാൻ പറ്റിയ. ഇന്ന് ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ, മിന്ത്ര പോലെയുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓൺബോർഡ് ആയെങ്കിൽ നമുക്ക് വലിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ തന്നെ സാമ്പിൾ ഡെവലപ്പ് ചെയ്ത് തരും. അപ്പോൾ സാമ്പിൾ ഡെവലപ്പ് ചെയ്യുക. ഈ സാമ്പിൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ്, ഇപ്പോൾ ചിലപ്പോൾ ഫാബ്രിക് റെഡി ആയിട്ടുണ്ടാവും, നമ്മൾ നേരെ പോയിട്ട് പ്രൊഡക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രോട്ടോയിൽ ഉണ്ടാക്കിയ ചിലപ്പോൾ സാമ്പിൾ ഡെവലപ്പ് ചെയ്ത് അത് ഒരു പക്ക നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ പ്രൊഡക്റ്റായി. ഫാബ്രിക് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നേരെ പ്രൊഡക്ഷനിലേക്ക് പോകാതെ സാമ്പിളും ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ 22 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഫ്രം 2003. അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തായാലും സാറിൻ്റെ ഗ്രാഫ് എക്സ്പൊണൻഷ്യലി ആവാൻ സാധ്യതയില്ല. പല അപ്സും ലോസും ഒക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് സാറ് നേരിട്ട ബിഗ്ഗസ്റ്റ് ഫെയിലിയേഴ്സ് ഞാൻ പറയുന്നില്ല, ബിഗ്ഗസ്റ്റ് ഡൗൺഫാൾസ് ആൻഡ് ലേണിങ്സ് ഫ്രം ദം, അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ എൻ്റെ കമ്പനി തുടങ്ങിയ സമയത്ത് ഞാൻ ഫാബ്രിക് ഓർഡർ ചെയ്തപ്പോൾ അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ പ്രോബ്ലം, ഞാൻ പറഞ്ഞില്ലേ മലയാളി എൻ്റെ ഫാബ്രിക്കായിട്ട് പോയി തന്നില്ലേ, അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ ഞാൻ വിചാരിക്കും ആ സമയത്ത് ഞാൻ വിചാരിക്കും അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് കഴിഞ്ഞിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ ചെറിയ ഇപ്പോൾ പ്രാദേശികമായിട്ട് ചില ഇഷ്യൂസ് ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേരളം തന്നെ വിട്ടുപോയാലോ എന്നൊക്കെ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് കേരളമാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയ സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞ് കോവിഡാണ് എനിക്ക് തോന്നി ഏറ്റവും വലിയ ചലഞ്ചായ സമയം. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം മനസ്സിലാക്കി എന്താ ഇത് ഈ കോവിഡ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അതിൻ്റെ ഇടയ്ക്ക് ഫ്ലഡ് വന്നിരുന്നു, ഡീമോണിറ്റൈസേഷൻ വന്നിരുന്നു.
ഓരോ കാലഘട്ടത്തിലും വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, അയ്യോ ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്തു, ഇതിനെല്ലാം ഞാൻ എന്താ പറയുക ഓവർകം ചെയ്തു. ഇനി എനിക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഈസി ആയിട്ട് എല്ലാത്തിനും ഓവർകം. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ, ഇപ്പം ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഞാൻ അവരെ ആരും ഒരു കാര്യത്തിന് വിളിക്കാറില്ല. കാരണം എന്താ അറിയോ, അവരൊക്കെ ഞാനൊരു കാര്യത്തിന് വിളിച്ചാൽ അവരൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതൊക്കെ എൻ്റെ ആവനായുള്ള ആയുധങ്ങളാണ്. എനിക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു, ഇതിലും വലിയ പ്രശ്നം എനിക്ക് ഭാവിയിൽ വരാനുണ്ട്, അപ്പോൾ ആ സമയത്ത് വിളിച്ചാൽ മതി. അങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതുകൊണ്ട് അവരാരും എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഈ പറഞ്ഞ പ്രശ്നങ്ങളും ചാലഞ്ചസും വരുന്ന സമയത്ത് നമ്മൾ അതിനെ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉപയോഗിച്ച് അതിനെയൊക്കെ ഓവർകം ചെയ്ത് പോകുമല്ലോ. ഈ ഓവർകം ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇനി ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ ആ മലയാളി എന്നെ ആ ഫാബ്രിക്കായിട്ട് പോയ സമയത്ത് അതായിരുന്നു അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ വിഷയം. ഡീമോണിറ്റൈസേഷൻ പറഞ്ഞ സമയത്ത് അതായിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ. കോവിഡ് വന്നപ്പോൾ ഇതിലൊക്കെക്കാട്ടിലും വലിയ പ്രശ്നം മുതലേ അതിനെ നമ്മൾ ഓവർകം ചെയ്തില്ലേ. അപ്പം ഇനി എന്ത് വന്നാലും നമുക്ക് ഓവർകം, പക്ഷേ ഇതിലും വലിയ പ്രശ്നങ്ങളായിരിക്കാം, അതിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് നമുക്ക് ടീമുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലോ, വലിയൊരു ടീമുണ്ട്. ഞാൻ എപ്പോഴും ഒരു പ്രോബ്ലമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, സൊല്യൂഷൻ വേണം. സൊല്യൂഷൻ ടീം നമ്മുടെ കൂടെ ഉണ്ടോ, നമ്മളൊരു പേടിയും പേടിക്കാണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഇപ്പോൾ പുതിയ ഓൺടർപ്രണേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും പുതിയതായിട്ട് ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആസ് എ ബ്രാൻഡിങ് ഏജൻസി ഞങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, തിങ്ക് ഗ്ലോബലി. ഒരു ഗ്ലോബൽ ബ്രാൻഡ് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് പേരും കാര്യങ്ങളും ലോഗോ എല്ലാം ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ പോപ്പീസിൻ്റെ കേസിൽ നാട്ടിൽ കുറേ നാൾ നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്തു, പിന്നെ മെല്ലെ എക്സ്പോർട്ടിലേക്ക് മൂവ് ചെയ്തു. ഈ എക്സ്പോർട്ടും ഇവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു മാർക്കറ്റ് ഷെയർ ഇപ്പോൾ എങ്ങനെയാണ്, ആൻഡ് ഹൗ എക്സ്പോർട്ട് ഹെൽപ്ഡ് യു ടു സ്കെയിൽ ഇറ്റ് അപ്പ്? പോപ്പീസ് ശരിക്കും എക്സ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കേരളത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയി എന്നൊക്കെ പറയുന്ന ആ കമ്പനി, ഞാൻ ബ്രാൻഡ് നെയിം പറയുന്നില്ല, ഇവരെല്ലാം വേറൊരു ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായി? പോപ്പീസ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും പോപ്പീസ് എന്നുള്ള ബ്രാൻഡിലുള്ള പോപ്പീസിൻ്റെ പ്രൊഡക്റ്റാണ്. നമ്മുടെ ഫാക്ടറികൾ എവിടെയും നമ്മൾ OEM, അതായത് ജോബ് വർക്ക് എവിടെയും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വേറൊരാൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സ്, തുടക്കം മുതൽ ഇഷ്ടം പോലെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത്തരം ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. ആർക്ക് വേണം പോപ്പീസിൻ്റെ ബ്രാൻഡിൽ പോപ്പീസിൻ്റെ അവർക്ക് ചിലപ്പോൾ ഡിസൈൻസ് ഒക്കെ തരാം കേട്ടോ, ഇന്ന ഡിസൈൻ ഞങ്ങൾക്ക്, പക്ഷേ ബ്രാൻഡ് എപ്പോഴും പോപ്പീസുള്ള രീതിയിൽ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ടൊരു എക്സ്പോർട്ട് ഇല്ല, ഞങ്ങൾക്ക് എപ്പോഴും ഒരു 25 to 30% ഞങ്ങൾ എക്സ്പോർട്ടിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങളത് ആഫ്റ്റർ കോവിഡ് അതും ഞങ്ങൾ റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഓൺ ബ്രാൻഡിൽ ഓൺ ഷോറൂമിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പോപ്പീസിൻ്റെ ഷോറൂമായിട്ട്, അതായത് ഹോൾസെയിലായിട്ട് മറ്റുള്ള വലിയ എന്താ പറയുക ബ്രാൻഡ് മോളുകളിലേക്കൊന്നും ഞങ്ങൾ പ്ലേസ് ചെയ്യുന്നില്ല. ആ മോഡലൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങളുടെ സ്റ്റോറായിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പറയുക UAE തുടങ്ങിയ പോലെ ഞങ്ങൾ ഗ്ലോബലി ഞങ്ങളുടെ ഓൺ സ്റ്റോറ്, അവിടെ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റർ വരും, ഫ്രാഞ്ചൈസി ഓണർ വരും, ചിലത് കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ വരും. അതിൽ ഗ്ലോബലി ഞങ്ങളുടെ ഓൺ സ്റ്റോറായിട്ട് തുറക്കുന്നതാണ് ഞങ്ങളുടെ പുതിയ മോഡൽ. സാർ, ഇപ്പോൾ ഫ്രാഞ്ചൈസിൻ്റെ കേസ് പറഞ്ഞു, അപ്പോൾ അതിൽ തന്നെ 2-3 മോഡൽസ് ഉണ്ടല്ലോ. കെൻ യു എക്സ്പ്ലെയിൻ ദം ആൻഡ് വിച്ച് മോഡൽ ആർ യു ഫോളോയിങ്? അതായത് എല്ലാവരും അത് എല്ലാ ഓണ്ടർപ്രണേഴ്സും ഫ്രാഞ്ചൈസി തുടങ്ങി ഞങ്ങൾ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാൻ ഞാനും അങ്ങനെ ചിന്തിച്ച ആളാണ്. അപ്പം എല്ലാ ഫ്രാഞ്ചൈസി ഓൺഡ് ഫ്രാഞ്ചൈസി, അതായത് ഫോഫോ എന്നതിൻ്റെ പേര്, ഫ്രാഞ്ചൈസി ടെക്നിക്കൽ നെയിം ഫോഫോ എന്ന് പറയും. ആ മോഡലാണ് മിക്ക ആൾക്കാരും, ഞാനും സ്റ്റാർട്ടപ്പിൽ തുടക്കത്തിൽ നമ്മളിതൊക്കെ തുടങ്ങുക. ആ മോഡൽ എപ്പോഴും നമുക്ക് വലിയ ഹെഡേക്കാണ്. കാരണം വെച്ചാൽ ഈ റിസ്ക് എടുക്കാൻ, ബിസിനസ്സാണ് റിസ്ക് ആണല്ലോ, ഈ റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരു ഫ്രാഞ്ചൈസി ഓണർ റൺ ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഡ്രീമുണ്ട്. അവിടെ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് പറയും, ഈ ഒരു പ്രൊഡക്റ്റ് ചോദിച്ചു, അവൻ ഇറങ്ങിപ്പോയി. രണ്ടാമതും അതേ കസ്റ്റമർ ഒന്ന് ഇറങ്ങിപ്പോയി. മൂന്നാമതും വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു കോൾ വരും നമുക്ക്. ആദ്യം നമ്മളെ മാനേജർക്കാവും, അവൻ അറ്റൻഡ് ചെയ്തില്ല, അവൻ ആ പ്രൊഡക്റ്റ് കൊടുത്തില്ല. ചിലപ്പോൾ നമ്മുടെ പോളിസിയിലേ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റോറിൽ ഒരിക്കലും ഞങ്ങൾ വെക്കാൻ പാടില്ലാത്ത പ്രൊഡക്റ്റാണ്. ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവനെന്ത് ചെയ്യും, നമ്മൾ 3 പ്രാവശ്യം കൊടുത്തില്ലെങ്കിൽ അവൻ ആ പതുക്കെ പ്രോഡക്റ്റ് നമ്മളറിയാതെ ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ ജീവനക്കാരെ പോലീസിങ്ങാണ്, ഇവൻ അത് വെക്കുന്നുണ്ടോ, ഇത് വെക്കുന്നുണ്ടോ അന്വേഷിച്ചെടുക്കുക. അപ്പം ഫോഫോ മോഡൽ അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ ഒരു 2023 മോഡൽ. പിന്നെ ഉള്ളത് കോക്കോ, കമ്പനി ഓൺ. അപ്പോൾ ഞങ്ങൾ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ പുതിയ മാർക്കറ്റിലെല്ലാം ഞങ്ങൾ ഓപ്പൺ ചെയ്യുക കമ്പനി ഓൺ. കാരണം വേറൊരു ഇൻവെസ്റ്ററെ ബുദ്ധിമുട്ടാൻ പാടില്ല, അവർ ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പം കമ്പനി ഓപ്പറേറ്റഡ് ഞങ്ങളുടെ ഒരു 30-35-40% മോഡൽ കമ്പനി ഓപ്പറേറ്റഡാണ്. പുതിയ മാർക്കറ്റിലെല്ലാം ഞങ്ങൾ കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ തുറക്കുക. അടുത്തതാണ് ഇപ്പോൾ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു മോഡലാണ് ഫീക്കോ. എല്ലാ ബിഗ് ബ്രാൻഡും ഉള്ള ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റഡ് കമ്പനി ഓപ്പറേറ്റഡ്. ഫ്രാഞ്ചൈസി ഓണർ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നാൽ മതി, പക്ഷേ അത് അത്ര കോൺഫിഡൻസ് അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി അതിൻ്റെ എവറിത്തിങ്, അതിൻ്റെ റെൻറ്റ് കമ്പനി കൊടുക്കും,
ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കും, സ്റ്റാഫിൻ്റെ സാലറി എല്ലാം, സെയിലാകാത്ത റിട്ടേൺ എടുക്കും. നമ്മുടെ ബ്രാൻഡിലും പ്രൊഡക്റ്റിലും. അപ്പോൾ അതിൽ ആ മോഡലിൽ ശരിക്കും ഇൻവെസ്റ്റർ ഒരു സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന, സൈലൻ്റ് ആയി തന്നെ അവർക്ക് ഫോണിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന അവരുടെ ഒരു ആപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പിൽ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിൽ നടക്കുന്ന ബിസിനസ് എന്താണെന്നുള്ള അറിയാം. ആ മോഡലാണ് ഞങ്ങളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സക്സസ് ആയി പോകുന്നു. ഇപ്പോൾ ആ മോഡൽ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സാറിൻ്റെ റിട്ടേൺസിലൊക്കെ നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1% ഓഫ് ദ പ്രോഡക്ട്സേ റിട്ടേൺസ് വരുന്നുള്ളൂ ബിക്കോസ് ഓഫ് ഡിഫെക്ട്സോ എന്തെങ്കിലും റീസൺ കൊണ്ട്. ആൻഡ് ഓൾസോ ഒരു കസ്റ്റമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വൺ ഫാക്ടർ ഹാസിൽ ഫ്രീ റിട്ടേൺസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ബോൾഡ് ഡിസിഷൻസ് ദറ്റ് യു ടുക്ക് ഫോർ ദിസ് കസ്റ്റമർ ട്രസ്റ്റിന് വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്യാറില്ല. നോർമലി എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള തന്നെ, എൻ്റെ കുഞ്ഞിന് എന്താണോ വേണ്ടത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഞാൻ പ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ വെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഡക്റ്റാണ് നോർമലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ വളരെ നിസ്സാര കേസാണ്. അപ്പോൾ ഒരു ബ്ലൂ കളറ്, അത് നോർമലി ആൾക്കാർ നോക്കിയാൽ മനസ്സിലാവില്ല, അത് ചിലപ്പോൾ ഒരു ഫെയ്ഡായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആ പ്രൊഡക്റ്റ് ഒരു കാരണവശാലും ഞാൻ മാർക്കറ്റിലേക്ക് ഞാൻ ഞാൻ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. എപ്പോഴും ഞാൻ സപ്ലയറോട് പറയും, എൻ്റെ ഫാബ്രിക് സപ്ലയർ ആണെങ്കിലും ട്രിം സപ്ലയർ ആണെങ്കിലും പറയും, എപ്പോഴും ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. എന്ത് ഡിഫക്റ്റ് ഉണ്ടെങ്കിലും അത് ഞാൻ റിജക്റ്റ് ചെയ്യുന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ നോർമലി ഈ എടുക്കുന്നതും ഡൈ ചെയ്യുന്നതും എല്ലാവരോടും അങ്ങനെ ഒരു എഗ്രിമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണ് സൂപ്പർവൈസർ പറഞ്ഞത് അവിടെ ഒന്നിലും പ്രഷറില്ല. ഇവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി, നമ്മുടെ ഒരു ടാർഗറ്റും, എവിടെ ആർക്കും ടാർഗറ്റൊന്നുമില്ല. സെയിൽസിനും നമ്മളെല്ലാവരും ഒരു റിലാക്സ് ആയി ഞാനെപ്പോഴും പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ അതാ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഷോപ്പ് കീപ്പർക്ക് കൊണ്ടുപോയിട്ട് മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോപ്പീസ് അന്വേഷിച്ചാൽ പോപ്പീസ് ഒരു ഷോപ്പ് കീപ്പറും നീ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, നീ ഇത്ര ടാർഗറ്റ് എടുക്കണം, ടാർഗറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ തുടർന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എവിടെ ഒരു പ്രഷറില്ലാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് 100% ക്വാളിറ്റിയില്ല. ഞങ്ങളുടെ ടീം എല്ലാവരും, അത് സോഴ്സ് ചെയ്യുന്ന ആളാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും ഒരു മെഷീൻ ഓപ്പറേറ്റർ ആണെങ്കിലും പോലും അവർക്ക് പോലും പ്രഷറില്ല. അപ്പോൾ അവർ പ്രഷറില്ലാതെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള പ്രൊഡക്റ്റ്, അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും, എല്ലാവരും വളരെ ഹാപ്പിയായി അവർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ റിസപ്ഷനിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഞങ്ങൾ ലൈനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പാനൽ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ എല്ലാം പാനൽ ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം റിജക്റ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാ പ്രൊഡക്റ്റും എല്ലായിടത്തും ചെക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ, ഞങ്ങൾ പറഞ്ഞ 15 വർഷം മുമ്പ് ഞങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ വിളിച്ചു പറഞ്ഞോളൂ. കടയിൽ കൊണ്ടുപോയി കൊടുക്കണ്ട, നിങ്ങൾ വാങ്ങിയ കടയിൽ കൊണ്ടുപോയി കൊടുക്കണ്ട, നിങ്ങൾ ടോൾ ഫ്രീയിൽ വിളിച്ചാൽ മതി. ഡിഫക്റ്റ് ഉണ്ട്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ്, പോപ്പീസ് പോലെ പ്രൊഡക്റ്റ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതേ പ്രൈസിൽ മേടിച്ച് തരാണെങ്കിൽ അത് ഞാൻ അന്ന് എപ്പോഴും പറയുന്ന പോലെ 1 ലക്ഷം രൂപ ഞാൻ സമ്മാനം തരും. പോപ്പീസ് പോലൊരു പ്രൊഡക്റ്റ്, ഈ ഒരു ക്വാളിറ്റി, സ്റ്റിച്ചിങ്ങിൻ്റെ പെർ ഇഞ്ചുള്ള ഇത്, അതുപോലെ പോപ്പീസിൻ്റെ എംബ്രോയ്ഡറി, പ്രിൻറ്റിങ്, ഞങ്ങൾ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് എൻ്റെ ടീമൊന്നും പറയണ്ട, നമുക്ക് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് നോളജുള്ള ഒരാളുകൾക്ക് അത് അതിൻ്റെ പോപ്പീസിൻ്റെ ലേബിൾ കട്ട് ചെയ്യുക, മറ്റേ പ്രൊഡക്റ്റിൻ്റെ ലേബിൾ കട്ട് ചെയ്തിട്ട് അവർ പറയണം പോപ്പീസിനേക്കാളും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ്. ഇന്ത്യയിൽ നിന്ന് ഞാൻ പറയുന്നത്, ഈ പ്രൊഡക്റ്റ് പോപ്പീസിനേക്കാൾ ക്വാളിറ്റിയിൽ ഉള്ളതാണ്. എന്നിട്ട് പ്രൈസും കൂടി കമ്പയർ ചെയ്തിട്ട് ആ ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പരസ്യമായിട്ട് പറയുന്നു 1 ലക്ഷം രൂപ സമ്മാനം തരും. കേരളാസ് ഫസ്റ്റ് ബാംബു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇനി ശരിക്കും ബേബി ക്ലോത്തിങ്ങിൽ ഈ സസ്റ്റൈനബിൾ ക്ലോത്തിങ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പാക്റ്റ്ഫുൾ ആവുന്ന ഒരു കാര്യമായിട്ട് മാറുമോ? അതിൽ പോപ്പീസ് എന്ത് കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് നമ്മൾ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലായത് സസ്റ്റൈനബിൾ എന്നുള്ളത്. ഇന്ന് ഗ്ലോബലി ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. നേരത്തെ ഇത് കേരളാസ് ഫസ്റ്റ് ബാംബു പ്രൊഡക്ട്സ് എന്നല്ല പറയേണ്ടത്, ഇന്ത്യാസ് ഫസ്റ്റ് ബാംബു പ്രൊഡക്ട്സ് ആണ് ശരിക്കും. കാരണം ബാക്കി നമ്മൾ ബാംബു തിരുപ്പൂർ ഉണ്ടാക്കുന്നുണ്ട്, ബാംഗ്ലൂർ ഉണ്ടാക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ബ്രാൻഡിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ബാംബു പ്രൊഡക്ട്സ് ഇപ്പോൾ ഇതുവരെ ആരും എത്തിച്ചിട്ടില്ല എന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഉണ്ട്, നമുക്ക് ഓൺലൈനിൽ ചില പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടല്ലേ, ആരും എത്തിച്ചില്ല. അപ്പം ഇനിയുള്ള ഫ്യൂച്ചർ, ഇപ്പോൾ പോളിഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അറിയാലോ, അത് നമ്മുടെ സോയിലുമായിട്ട് അല്ല, നമ്മുടെ നമ്മൾ വെയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഒരു പോളിഷ്ഡ് ഡ്രസ്സ് വെയർ ചെയ്തിട്ട് നല്ലൊരു സമ്മറിൽ വെയർ ചെയ്ത് നമ്മുടെ അവസ്ഥ എന്താവും? അപ്പോൾ വളരെ സോഫ്റ്റ് സ്കിന്നാണ് കുഞ്ഞ്.
അപ്പോൾ ആ സമയത്ത് ഒരു മിക്ക ആളുകളും പോളിസ്റ്റർ ആണെന്ന് പോലും പറയാതെ, ഈ പറഞ്ഞ പല ബ്രാൻഡും പോളിസ്റ്റർ ആണെന്ന് പറയാതെ എന്താ പറയുക 80% കോട്ടൺ, ഈ 20% എന്താണെന്ന് റിവീൽ ചെയ്യാതുള്ള പല ലേബൽ. ഇന്ത്യയിൽ ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ രാജ്യത്ത് എവിടെയും ഇത് ഗാർമെൻറ്റിൽ വെച്ചിരിക്കുന്ന ലേബൽ പരിശോധിക്കുന്ന എവിടെയും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക ലീഗൽ മെട്രോളജിയാണ് ഇത് പരിശോധിക്കുന്നത്. ലീഗൽ മെട്രോളജി ഇതിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടോ, MRP സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നുള്ളൂ. നോർമലി ലീഗൽ മെട്രോളജി പരിശോധിക്കേണ്ടതാണ് ഈ ഇതിൻ്റെ ലേബലിൽ വെച്ചിരിക്കുന്ന ഇതേ കണ്ടൻറ്റ് ഉപയോഗിച്ചാണോ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഇത് പരിശോധിക്കുന്നില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ പരിശോധിക്കുന്നില്ല. അപ്പോൾ ഗാർമെൻറ്റ് കാര്യത്തിൽ അപ്പം മിക്ക പ്രൊഡക്റ്റും 100% കോട്ടൺ എന്ന് എഴുതി വരുന്ന മിക്ക പ്രൊഡക്റ്റും എന്താ പറയുക 50% പോളിസ്റ്റർ. നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല. 100% ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് 100% പോളിസ്റ്ററുള്ള പ്രൊഡക്റ്റാണ് പോലും നമുക്ക് കോട്ടൺ ഫീലിലാണ് വരുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റില്ല. അത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വെയർ ചെയ്യാൻ തന്നെ പാടില്ല. അത്രയും സോഫ്റ്റാണ് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പം ഞങ്ങൾ അപ് ടു 2 ഇയർ ഞങ്ങൾ പോളിസ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സിന്തറ്റിക് പാർട്ടി വെയർ, ഞാൻ പാർട്ടി വെയറിന് എഗനിസ്റ്റ് ആണ് എങ്കിൽ പോലും പാർട്ടി വെയർ ഇപ്പോൾ ഭയങ്കര എൻക്വയറികളുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിലൊരു കോട്ടൺ ലെയർ വെച്ച് കുട്ടികൾക്ക് ഡയറക്റ്റ് സ്കിന്നിൽ എഫക്റ്റ് ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ കോവിഡ് സമയത്ത് നമ്മൾ പത്രസമ്മേളനത്തിലൊക്കെ കണ്ടിരിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പോപ്പീസ് എന്ന നെയിം പറഞ്ഞുകൊണ്ട് എപ്രിഷ്യേറ്റ് ചെയ്യുന്നു സാറിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഫോർ ദ സൊസൈറ്റി. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? അതിനകത്ത് ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ ആളാണ്. എൻ്റെ വൈഫും എൻ്റെ വീട്ടിലെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നോർമലി ഞങ്ങൾ അന്നറിയാലോ കോവിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാൻഡമിക്, എല്ലാം അടച്ചിട്ട് ഞങ്ങളുടെ ഫാക്ടറിൻ്റെ എല്ലാവരും അടച്ചിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഈ നമ്മൾ അന്ന സമയത്ത് എല്ലാവരും പേടിച്ച് പ്രസ് കോൺഫറൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ ജേർണലിസ്റ്റ് കൂടിയാണ്, അപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധയോടിരിക്കാം. ഈ സമയത്താണ് ഓരോ ദിവസം പുള്ളി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് 4ാമത്തെ ദിവസം എനിക്ക് ഓർമ്മ വരുന്നത്. പുള്ളി പറയുന്നു കുട്ടികൾക്കുള്ള ഇങ്ങനെ ഡ്രസ്സ് കിട്ടാനില്ല, അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സപ്ലൈസ് ഉണ്ടെങ്കിൽ, അപ്പോൾ പുള്ളി പറയും ഇങ്ങനെ കേരളത്തിൽ ആരും മാനുഫാക്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഷോപ്പുകളിലാണ് തുറന്നിരിക്കുന്നത്, അവിടെയെങ്കിലും എത്തിക്കുക, കാരണം ജനിക്കുന്ന കുട്ടികൾ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക. അതൊരു സത്യമല്ല ശരിക്കും. ഗവൺമെൻറ് ഞങ്ങളപ്പോൾ പറയുന്നത്, ഞങ്ങൾ പറയും ഞങ്ങൾ കുട്ടികളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെയൊക്കെ, കാരണം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവർ ഗാർമെൻറ്റ്സോ അല്ലെങ്കിൽ ഷോപ്പൊക്കെ ഉണ്ട്, എല്ലാത്തും ഇൻഹൗസ് ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ഒരു സാധാരണക്കാരൻ പാവപ്പെട്ട ആളുകളായിരിക്കും. ഇവർക്കിത് ഈ നമുക്കാണെങ്കിൽ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്തൊക്കെ, കാരണം വീട്ടിലേക്കാണെങ്കിലോ വീട്ടിലെ കുഞ്ഞുങ്ങളിരിക്കുന്നത്, അപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം കുഞ്ഞ് ജനിക്കാൻ പോവാ, അപ്പോൾ അവർക്ക് ഡ്രസ്സില്ല. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, നമ്മുടെ ഫാക്ടറിയിൽ നമ്മുടെ എന്താ പറയുക വെയർ ഹൗസിലാണെങ്കിൽ എനിക്ക് ഒരു ഓണത്തിൻ്റെയോ റംസാൻ്റെയോ സമയമാണ്, ഒത്തിരി സ്റ്റോക്ക് ഇരിക്കുക. അപ്പം ഞങ്ങൾ പരസ്പരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഞാനപ്പം ഒരു മെയിൽ അയച്ചു, ഞാനത് മറുപടി വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു മെയിൽ അയച്ച് അന്ന് വൈകിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ പറയുന്നത് പോപ്പീസ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യം, ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തന്നെയാണ് പറഞ്ഞത്. ഇത് ഞാനൊരു പരസ്യമോ പബ്ലിസിറ്റിയോ പുള്ളി വന്ന് ആ സമയം വരെ എനിക്കൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകളൊക്കെ പുള്ളി ബ്രാൻഡിൻ്റെ ഒക്കെ പേര് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി പുള്ളിയുടെ പേര് പറഞ്ഞു. പക്ഷേ അത് ഞങ്ങൾക്കൊരു റിസ്ക്കും കൂടിയായി, കാരണം ഒരു പഞ്ചായത്തിൽ നിന്ന് തൊട്ടടുത്ത പഞ്ചായത്തേക്ക് പോലും ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് കാസർഗോഡൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക. പക്ഷേ ഞങ്ങളുടെ ടീം പോപ്പീസിൻ്റെ ഓരോ ആളുകളും എന്താ പറയുക ഭയങ്കര അന്നത്തെ സമയത്തുണ്ടല്ലോ, കാസർഗോഡ് പോയി തിരിച്ചു വന്നാൽ നേരെ ക്വാറന്റൈനിലാണ്, 14 ദിവസം പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥ. എന്നിട്ട് പോലും ഞങ്ങളുടെ ടീം എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുത്ത് കാസർഗോഡ് തിരുവനന്തപുരം വരെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഞങ്ങൾ എത്തിച്ച് അതിൻ്റെ റിസൾട്ട്, അത് ഞങ്ങൾ റിസൾട്ട് പ്രതീക്ഷ ചെയ്തില്ല. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ബിസിനസ്സൊക്കെ ഭയങ്കര മോശം എല്ലാവർക്കും. പോപ്പീസിൻ്റെ തുറന്ന ഷോറൂമുകളിലൊക്കെ ഈ ഉടുപ്പ് വാങ്ങിയ അമ്മമാർ കിട്ടിയിട്ടുണ്ടല്ലോ, അവർ വന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഞങ്ങൾക്ക് കുട്ടിക്ക് ഇനി എന്താ, അവർ ചർച്ച ചെയ്യണമെന്ന്. കാരണം അവരുടെ മോള് ഡെലിവറി ആണെങ്കിൽ അമ്മയാണ് വന്ന് പറയണത് ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ നേഴ്സ് കൊണ്ടുവന്നിട്ട് പോപ്പീസ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ അന്ന് അത്രയും ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ 3 എണ്ണം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് 6 എണ്ണവും 8 എണ്ണമൊക്കെ പല ഹോസ്പിറ്റലിലും കൊടുത്തു, കാരണം കുറഞ്ഞ സമയത്തായിരുന്നല്ലോ. അപ്പോൾ കിട്ടിയ ആളുകൾ പിന്നീട് അവരെല്ലാവരും പോപ്പീസിൻ്റെ എന്താ പറയുക വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോപ്പീസിനെ സ്നേഹിക്കുന്ന പോപ്പീസിന് അത്ര ഇൻറ്റിമസി ഉള്ള കസ്റ്റമേഴ്സ്. ഇന്ന് ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പോപ്പീസിൻ്റെ ഇനാഗ്രേഷനൊക്കെ ആ അമ്മമാരും ആ കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോൾ 4 വയസ്സ് 3 വയസ്സൊക്കെ ആയുള്ള കുട്ടികളായിട്ട് വരും. ഇതാണ് പോപ്പീസിന് നിങ്ങൾ ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്ന
എന്താ പറയുക, വെയർ ചെയ്ത കുട്ടിയാണെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്, ഒരു സന്തോഷമാണ്. അതാണ് പോപ്പീസിൻ്റെ ഒരു എന്താ പറയുക, അതുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളിലാണ് പോപ്പീസിൻ്റെ സക്സസ്സും. യെസ്, അതന്നെ വലിയൊരു റെക്കഗ്നീഷൻ. ഈ കോവിഡ് ടൈമിന്റെ കേസ് പറയുമ്പോൾ ശരിക്കും ആ സമയമാകുമ്പോഴത്തേക്ക് ഐശ്വര്യ റായിന്റെ ഒരു ആഡ് ഇറങ്ങേണ്ടിയിരുന്നു അല്ലേ പോപ്പീസിന്റെ? തീർച്ചയായിട്ടും. അപ്പൊ അത് അന്ന് ശരിക്കും ആ ഒരു ആഡ് വന്നിരുന്നെങ്കിൽ ഇന്ന് പോപ്പീസ് ഇതിനേക്കാളും കുറേ കൂടി ഹൈ ലെവലിൽ എത്തിയേനെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ അതിൽ കമൻറ്റ് ചെയ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ നമുക്ക് റിസ്ക് ഉണ്ടാകുന്നതും ചാലഞ്ചസ് ഉണ്ടാകുന്നത് പോലെ തന്നെ ചിലപ്പം ഞാൻ ചിലപ്പം എൻ്റെ ബേസ്മെൻ്റ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നെങ്കിലോ, ചിലപ്പോൾ എൻ്റെ ഒരു ഡ്രീമായിരുന്നു അന്ന് ഞാൻ ചിലപ്പോൾ അന്നത്തെ സമയത്ത് ഈ എന്താ പറയുക PS1 ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഷൂട്ട് ചെയ്ത് നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മൾ PS1 റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് നമ്മൾ ആ മൂവി ചിലപ്പം കോവിഡ് കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് ഓൾഡ് ആയതുകൊണ്ട് ആ മൂവിയും ഫെയിലിയറായിപ്പോയി. അന്ന് ഞാൻ അത്രയും എമൗണ്ട് കൊടുത്ത് ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നിരുന്നെങ്കിലോ, അത് വലിയൊരു ചലഞ്ചായി മാറിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് അതിലും വലിയൊരു ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതിന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്താ പറയുക, അതുകൊണ്ട് ഐശ്വര്യ ഞങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ, ഐശ്വര്യ എല്ലാ ബ്രാൻഡും എൻഡോഴ്സ് ചെയ്യാറില്ല. നോർമലി അവരുടെ ഓഫീസൊക്കെ അത്രത്തോളം ഞാൻ പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കൂടെ എൻഡോഴ്സ് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഇത്രത്തോളം റിസർച്ച് ചെയ്തിട്ട് മാത്രം എൻഡോഴ്സ് ചെയ്യണം. പണം മാത്രം, ഇപ്പോൾ ഒരു ബച്ചൻ ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് അത്രത്തോളം എന്താ പറയുക ഒരു പണത്തിന് വേണ്ടി മാത്രം നോക്കുന്ന ആളല്ല. ഇപ്പോൾ അമിതാഭ് ബച്ചൻ ആണെങ്കിൽ പോലും ഒരു ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യണമെങ്കിൽ അത്രത്തോളം സ്റ്റഡി ചെയ്തിട്ട് എൻഡോഴ്സ് ചെയ്യുള്ളൂ. അതിലും കൂടുതൽ ഐശ്വര്യ റിസർച്ച് നടത്തിയിട്ടാണ് അന്ന് ഞങ്ങൾക്ക് എഗ്രി ചെയ്തത് ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്. ഇപ്പം നമ്മൾ അതിലും ആളെ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, അതുപോലെ അന്ന് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ബ്രാൻഡിനെ എന്താ പറയുക മുകളിലേക്ക് ഉയർത്താൻ പറ്റിയ നമ്മളെ കൂടെ, ഞാനെപ്പോഴും ഒരിക്കലും ഒരു ബ്രാൻഡ് അംബാസിഡർ ബ്രാൻഡിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ബ്രാൻഡിന് മുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് പോകാൻ ആ ബ്രാൻഡിന് അർഹതയുണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്രാൻഡ് അംബാസിഡറിനെ വെച്ച് നമ്മൾ എൻഡോഴ്സ് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ പല ബ്രാൻഡുകളും കണ്ടിട്ടുണ്ട്, ബ്രാൻഡ് അംബാസിഡറിനെ വെച്ചിട്ട് മുകളിലോട്ട് കൊണ്ടുപോകും, അതിലും ശക്തമായി താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ കേരളത്തിന് ഈ തറ്റം മുതൽ ആ തറ്റം വരെ പോവുകയാണെങ്കിൽ ഒരിക്കലും പോപ്പീസിൻ്റെ ഔട്ട്ലെറ്റ്സ് നമ്മളെ കണ്ണുപെടാതെ പോവില്ല. കാരണം അതിൻ്റെ കളറ് കൊണ്ടോ അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി കൊണ്ടോ ഇറ്റ് ഈസ് നോട്ടിസബിൾ. സോ ഹൗ ഡു യു ഡിസൈൻ ദി സ്റ്റോഴ്സ്? ഇസ് ഇറ്റ് ജസ്റ്റ് എ സ്റ്റോർ ഓർ ആൻ എക്സ്പീരിയൻസ് സെൻറ്റർ? അതായത് ഒരിക്കലും ഞാനൊരു സ്റ്റോർ പോപ്പീസിൻ്റെ ഓൺ തുടങ്ങണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു. ശരിക്ക് ഡീമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു ചലഞ്ച് കഴിഞ്ഞു. അടുത്ത ഫ്ലഡ് വന്നപ്പം 2018 ഫ്ലഡ് വന്ന സമയത്ത് ഞങ്ങൾക്ക് സംഭവിച്ചു വെച്ചാൽ ഒരു സീസണിലെ പ്രൊഡക്റ്റ് അതുപോലെ ഞങ്ങൾക്ക് ഹോൾഡായി പോയി. ഒരു സീസണിലേക്ക് വെച്ച പ്രൊഡക്റ്റ് അതുപോലെ ഹോൾഡായി. അടുത്ത സീസണിലാകുമ്പോഴേക്കും അതിൽ ഒരു 30% സെയിലായിപ്പോയി. പിന്നെ ചെല്ലുമ്പോൾ ഇത് ഓൾഡ് മോഡലാണ്, ഇത് ഞങ്ങൾ കണ്ടതാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വലിയൊരു ചാലഞ്ചായിരുന്നു അത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു, കുറേ ഡീലേഴ്സ് ക്ലോസ് ചെയ്ത് പോകുന്നു, കുറേ ഡീലേഴ്സിൻ്റെ സ്റ്റോക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവർക്കൊക്കെ ഇവരെല്ലാം സർവൈവ് ചെയ്യാൻ ടൈം എടുത്തു. അപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് നമുക്കൊരു ഓൺ സ്റ്റോറ്, കാരണം പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ അവരുടെ ഓരോ സ്റ്റോറിൻ്റെയും കപ്പാസിറ്റി, അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ ഡിപ്പെൻഡബിളായി, അപ്പോൾ നമുക്ക് ഗ്രോത്തിൽ അത് ബാധിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓൺ സ്റ്റോർ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട് ഞാൻ സ്റ്റോർ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിൽ കുറേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ വേണം, അതായത് ആൾക്കാർ പ്രഷർ ചെയ്ത്, ഇപ്പം ഞാനൊരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് ഇതെടുത്തോ പറഞ്ഞ് പുറകെ വരാൻ പാടില്ല. ആളുകൾക്ക് വന്ന് ഹാപ്പിയായി സന്തോഷമായിട്ട് വന്ന്, അതിപ്പോൾ ഞങ്ങളുടെ സ്റ്റോറിൽ മിക്ക സ്ഥലത്തും ഫീഡിങ് റൂമൊക്കെ ഉണ്ട്, ഭയങ്കര സന്തോഷമായിട്ട് വന്നിട്ട് എന്താ പറയുക ഒരു പൂക്കളെ പോലെ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ഈ സ്വപ്നം ഞാൻ എൻ്റെ ടീമിനോട് ഷെയർ ചെയ്തു. അങ്ങനെ ആ ടീമാണ് ഞങ്ങൾ എല്ലാവരും കൂടി രൂപപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾ നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടെത്തി, ഒരു ഡിസൈനറെ കണ്ടെത്തി. അത് 4D എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസൈൻ ഹൗസാണ്. അവരാണ് എൻ്റെ മനസ്സിൽ എന്ത് ഞാൻ സ്വപ്നം കണ്ടോ ആ സ്വപ്നം കണ്ട രീതിയിൽ ഇന്നത്തെ ഷോറൂമിനെ എന്താ പറയുക മാറ്റം വരുത്തിയത്. അങ്ങനെ ഇനിയിപ്പോൾ അത് എൻ്റെ സ്വപ്നം അവിടെ തീർന്നില്ല കേട്ടോ, ഇനിയും അത് മാറ്റം വരുത്തി കളിക്കും. UAE ഷോപ്പൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം അടുത്തൊരു 1.5 വർഷം കൊണ്ട് ആ മാറ്റം ഇനിയും കാണും. കൂടുതൽ ആളുകൾ സന്തോഷത്തോടു കൂടി പോപ്പീസ് പ്രൊഡക്റ്റ് വാങ്ങുന്ന രീതിയിൽ ഞങ്ങൾ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ശരി. ഈ ഗ്ലോബലിയുള്ള എക്സ്പാൻഷനും പാൻ ഇന്ത്യ എക്സ്പാൻഷനൊക്കെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തായാലും കൂടുതൽ വേണ്ടി വരുമല്ലോ. എന്താണ് സാറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി? ഇപ്പോൾ ഫണ്ട്സ് പുതിയതായിട്ട് എടുക്കുന്നുണ്ടോ? IPOയിൽ പോകാനുള്ള ഒരു ഡ്രീം സാർ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ ഫണ്ട് റൈസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇത് എന്തൊക്കെയോ ആകെ ക്രൈസിസും പല മോഡലിലാണ്. ഒരു ബിസിനസ്സിന് ഫണ്ട് വേണം, ക്യാപിറ്റൽ ഇല്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല. പല മോഡലിൽ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ആദ്യത്തെ എല്ലാവരും സെലക്ട് ചെയ്യുന്നത് ഓൺ ഫണ്ടാണ് ആദ്യത്തെ. അതിൽ നമ്മളെ പാരൻസിൻ്റെ ഫണ്ട് ഉണ്ടാകാം, ഫ്രണ്ട്സ് ആകും. നമ്മുടെ ബിസിനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പാരൻസ് ഒക്കെ തരും. രണ്ടാമത് നമ്മൾ ആശ്രയിക്കുന്ന ബാങ്ക്സ് ആണ്, ലോണ്, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനോട് ലോണ്. ഇതെല്ലാം ഞാനും ആശ്രയിച്ചു. കോവിഡ് സിറ്റുവേഷനിൽ ആണ് ഞാൻ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ കുറച്ച് ക്യാപിറ്റലും ഒക്കെ നമുക്ക് കൂടുതൽ ആവശ്യം വന്നു. എക്സ്പാൻഷൻ വളരെ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഓരോ സമയത്ത് ഞങ്ങൾ ഓരോ മോഡൽ അതുവരെ ബാങ്ക് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ബാങ്കിങ് സെക്ടർ മൊത്തത്തിൽ മാറിപ്പോയി. കാരണം പണ്ട് ബാങ്ക് മാനേജറൊക്കെ ലോൺ സാങ്ഷനൊക്കെ അല്ലെങ്കിൽ AGM ഒക്കെ ഇതൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറി. അപ്പം ആ മോഡലിലും ഒരുപാട് പരിമിതികൾ വന്നു ലോൺ. പിന്നെ ഞാൻ മനസ്സിലാക്കി ഞങ്ങൾ ഫ്രാഞ്ചൈസി മോഡൽ, ഫണ്ടെടുക്കുന്നത് ഫ്രാഞ്ചൈസി മോഡൽ എടുക്കാം. ബിസിനസ്സിന് ഫണ്ടാണല്ലോ ആവശ്യം. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഞങ്ങൾക്ക് ആദ്യം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും ഇല്ലെന്ന്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആഡ് ചെയ്തു. അതുപോലെ അങ്ങനെ പല മോഡലെടുത്തു. അതൊക്കെ നമുക്ക് പലപ്പോഴും പരിമിതികളുണ്ട്. പിന്നെ ഞാൻ കോവിഡിന് തൊട്ട് മുമ്പ് എനിക്കൊരു എന്നെ ഒരാൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു, പ്രൈവറ്റ് ഇക്വിറ്റി. ഞാൻ പ്രൈവറ്റ് ഇക്വിറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഒരാൾ അപ്രോച്ച് ചെയ്ത് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രൈവറ്റ് ഇക്വിറ്റി എടുക്കാനൊന്നും ഞാൻ ആയിട്ടില്ല. പുള്ളി എന്നെ വളരെ കൺവിൻസിംഗ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഷാജു ഉറപ്പായിട്ടും ഷാജുവിന് പ്രൈവറ്റ് ഇക്വിറ്റി കിട്ടും എന്ന് പറഞ്ഞ്. ഒരു കണ്ണൂർ സ്വദേശിയാണ് പുള്ളി, ചെന്നൈയിലാണ്, വിനോദ് എന്ന് പറഞ്ഞ പുള്ളി എന്നെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ പുള്ളി 100% എനിക്ക് ഉറപ്പ് തരികയാണ്, ഇത്ര ശതമാനം ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 125 കോടി ഫണ്ട്. ഇതെല്ലാം വെച്ച് ഞാൻ എൻ്റെ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ബാലൻസ് ഷീറ്റ് ഇച്ചിരി മോശമായി. കോവിഡിൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ആ ഫണ്ട് അവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർ അതിന് തൊട്ട് മുമ്പത്തെ 2019 ബാലൻസ് ഷീറ്റ് വെച്ചാണ് അവർ ഫണ്ട് തരാൻ വെച്ചത്. പിന്നെ എനിക്ക് ഡയലൂഷൻ കൂടും. അപ്പോൾ ഞാനും ബില്ലിംഗ് ആയില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ ഒരു ക്രൗഡ് ഫണ്ടിങ് മോഡൽ എടുത്തു. ആ ക്രൗഡ് ഫണ്ടിങ്ങിൽ എനിക്ക് ഗുജറാത്തിൽ നിന്നും ബോംബെയിൽ നിന്നും മലയാളികളും ഒത്തിരി ആളുകൾ എൻ്റെ പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ ക്രൗഡ് ഫണ്ടിങ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. അങ്ങനെ ഈ ക്രൗഡ് ഫണ്ടിങ് ചെയ്ത ആളുകൾക്കെല്ലാം എക്സിറ്റ് മോഡൽ ഉണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യം IPO പ്ലാൻ ചെയ്തു. പക്ഷേ എൻ്റെ ഈ എക്സിറ്റ് ആകേണ്ട ആളുകൾക്ക് പെട്ടെന്ന് എക്സിറ്റ് ആകേണ്ടതുണ്ട്. പല ആളുകളും പല രീതിയിൽ 3 ഇയർ ലോക്കിംഗ് പീരീഡ്, 5 ഇയർ ലോക്കിംഗ് പീരീഡിലൊക്കെ കണ്ട ആളുകളാണ് എക്സിറ്റ് ആകുന്ന ആളുകൾ. അപ്പോൾ ഞാനതിനത് ഒരു വേറെ മെത്തേഡ് എടുത്തു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡൽ. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റഡ് കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ ആരും അധികം എടുക്കാത്തൊരു മോഡലാണ്. നമ്മളതിനെ ഷെയർ സ്വാപ്പിംഗ് ചെയ്യാൻ പോകുക ഈ വർഷത്തോടു കൂടി. അതിൻ്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോപ്പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ക്രൗഡ് ഫണ്ടിങ് ചെയ്ത് എടുത്തുള്ള ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ, എല്ലാ പോപ്പീസിനും കുറേ ചെറിയ കമ്പനികളുണ്ട്, ഇതെല്ലാ കമ്പനികളും ഈ വർഷം അവസാനത്തോടു കൂടി, ഈ ഫിനാൻഷ്യൽ എൻഡോട് കൂടി ഈ പുതിയ BSE ലിസ്റ്റ് ചെയ്ത കമ്പനിയിലോട്ട് ഷെയർ സ്വാപ്പിംഗ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി പബ്ലിക് ലിസ്റ്റ്, ഇപ്പോൾ ഈ പ്രൈവറ്റിലേക്ക് വന്നിട്ടുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സും പബ്ലിക് ഷെയർ ഹോൾഡേഴ്സായി മാറും. അവർക്ക് പുറത്ത് നോർമൽ BSEയിൽ ലിസ്റ്റ് ചെയ്ത ഷെയറായി മാറും. സാർ, ഈ ക്രൗഡ് ഫണ്ടിങ് മോഡൽ പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ പ്രൈവറ്റ് ഇക്വിറ്റിയും ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്, അത് VCസിൻ്റെ കേസ്. ഏറ്റവും ബെസ്റ്റ് വേ എന്താണ്? ക്രൗഡ് ഫണ്ടിങ് ആണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്സ് എങ്ങനെയായിരിക്കും? ഒരു അത്യാവശ്യം സ്കെയിൽഡ് അപ്പ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അതിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത്? ഇതിനകത്ത് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ വാല്യുവേഷന് വ്യത്യാസമുണ്ട്, ഡിമാൻഡിന് വ്യത്യാസമുണ്ട്, ഇൻഡസ്ട്രി വെച്ച്. അതെ, ഇപ്പോൾ IT ഇത്രയും കാലം IT ഭയങ്കര, നിങ്ങൾക്കറിയാലോ, IT ഭയങ്കര, ഒരു സമയത്ത് ബാങ്കിങ് സെക്ടർ ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഹോസ്പിറ്റൽ, ഇപ്പോൾ ഒരു കറൻ്റലി ഹോസ്പിറ്റൽ സെക്ടർ, അതുപോലെ ഇപ്പോൾ ബേബി കെയർ സെക്ടർ പറഞ്ഞാൽ ഭയങ്കര CAGR 17 above ആണ് CAGR, ഭയങ്കര ഡിമാൻഡിങ് സെക്ടറാണ് ഇത്. അതുപോലെ ഫുഡ് സെക്ടർ, ആഫ്റ്റർ കോവിഡ് ഫുഡ് നമുക്കറിയാം, നമ്മൾ ഈ പ്രാദേശികമായിട്ട് നമ്മൾ ഒരുപാട് ബ്രാൻഡിനെ ആൾക്കാർ വാങ്ങി, അതുപോലെ ഫണ്ടിങ് നടന്നു. അപ്പം അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഒരു ഓണ്ടർപ്രനറോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സൈസ്, നിങ്ങളുടെ റോഡ് മാപ്പ്, അതിൻ്റെ ഏതൊക്കെ സമയത്ത് ഫണ്ട് വേണം. ഉടനെ കുറേ 100 കോടി കൊടുത്തിട്ട് 100 കോടി മിക്ക ആളുകൾ ലോട്ടറി അടിച്ച ആളുകൾ സക്സസ് ആകില്ല എന്ന് കേട്ടില്ലേ. അപ്പോൾ കുറേ ഫണ്ട് വാങ്ങി നിങ്ങൾക്ക് ആ വാങ്ങിയ ഫണ്ട് മുഴുവൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ഫെയിലിയർ ആവും. അപ്പം നിങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണം
വളരെ ചെറിയ രീതിയിലുള്ള ഫണ്ട് ഉണ്ട്, വലിയ രീതിയിലുള്ള ഫണ്ട് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ, ഞാനൊക്കെ 2003 തുടങ്ങി 2010 വരെയുള്ള ഇന്ത്യ അല്ല, 2010 ശേഷമുള്ള നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ അഗ്രസീവാണ്, ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ ബോംബെയിലൊക്കെ അല്ലെങ്കിൽ ഡൽഹിയിൽ, ഗുജറാത്തിലൊക്കെ ഫണ്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ഫണ്ട് ഹൗസുകൾ, അതിനായിട്ട് AF ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഫണ്ട്. അതുപോലെ ഫണ്ട്, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആണോ, നിങ്ങളുടെ ബ്രാൻഡ് സ്ട്രോങ് ആണോ. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ബ്രാൻഡിൻ്റെ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് ലൊക്കേഷൻ പറയുന്ന പോലെ തന്നെയാണ്, ബാലൻസ് ഷീറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഫണ്ട് റൈസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് ഇതൊക്കെ എക്സ്പെൻസ് കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു പോകാതെ ഞാൻ വളരെ അച്ചടക്കത്തോടെ ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. ക്രൗഡ് ഫണ്ട് ആയാലും ഏത് മോഡൽ ഫണ്ട് റൈസിങ് ആണെങ്കിലും, പ്രൈവറ്റ് ഇക്വിറ്റി ആയാലും ഏത് മോഡലാണെങ്കിലും ബാലൻസ് ഷീറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ടത്തെ പോലെയല്ല. ഇന്ന് നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ പബ്ലിക് ഡൊമൈനിലുണ്ട്. 300 രൂപ മുടക്കി കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ വാങ്ങിയിട്ട് അത്ര അലർട്ടാണ്, നമ്മൾ എത്രയും ഫോക്കസ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് താൽക്കാലികമായിട്ട് ചെറിയ ലാഭം കിട്ടുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, വാല്യുവേഷൻ എന്നുള്ള ഒരു ഗെയിമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ഷീറ്റ് വളരെ ഫോക്കസ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി എത്രത്തോളം ഫണ്ട് എടുക്കണം. ചിലപ്പോൾ നമുക്കൊരു ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ നമ്മളൊരു 10 ഫ്രണ്ട്സ് മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 റിലേറ്റീവ്സ് മതിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊരു പ്രൈവറ്റ് ഇക്വിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും, നമുക്കൊരു IPOയ്ക്ക് പോകാൻ പറ്റും. അതുപോലെ ഇപ്പോൾ SME IPO നമ്മൾ കേരളത്തിൽ ആരും ചെയ്യുന്നില്ല. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, SME IPO നോർത്തിലൊക്കെ ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ട് ഇപ്പം BSCൻ്റെ NSE ഉണ്ട്, അറിയാലോ, 2 ഉണ്ട്. അതിൽ BSCയിലും ചെയ്യാം, NSEയിലും. BSCയിലാണെങ്കിൽ 3 വർഷം പ്രോഫിറ്റബിളായ ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 crore മുകളിലുള്ള എല്ലാ ആളുകൾക്കും 25 കോടി വരെ ക്യാപിറ്റലുള്ള എല്ലാ കമ്പനികൾക്കും IPOയ്ക്ക് പോവുക. NSEയിലാണെങ്കിൽ 2 വർഷം ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റബിൾ ആയാൽ മതി. അപ്പം നമുക്ക് 2 ഓപ്ഷൻ. അതുപോലെ ഈ SME IPOയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് സീഡ് ഫണ്ടിങ് തരാൻ, അതിൽ പ്രീ IPO ഫണ്ട് തരാൻ വേണ്ടി ഇഷ്ടം പോലെ ഫണ്ട് ഹൗസുകൾ. ഞാൻ എന്താ പറയുക, ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത്, ആളുകൾ ഇങ്ങനെ നല്ലൊരു ഒരു ഓൺട്രപ്രണർ, നല്ല ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാണ്, സംരംഭകൻ വിശ്വസ്തനായിരിക്കണം. നമുക്കൊരു മാർക്കറ്റിലൊരു ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല, നമുക്ക് ബാങ്കറുടെ ഇടയിൽ ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല. നമ്മൾ ഏറ്റവും നല്ല ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ട് ചെയ്യുള്ളൂ. ഏറ്റവും ഈ ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആണെങ്കിലും ഈ എന്താ പറയുക, സംരംഭകൻ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സംരംഭകനെയാണ് നോക്കുന്നത്. ഫൗണ്ടർ സ്ട്രോങ് ആണോ, പിന്നെ ഫൗണ്ടർ പാർട്ണർ, അതെൻ്റെ വൈഫായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൂടെ ഒരു പാർട്ണറായിരിക്കാം. അപ്പോൾ നമ്മളെ ബിസിനസ്സിലെടുക്കുന്ന പാർട്ണറെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കാൻ. ഏതെങ്കിലും ഒരു പാർട്ണർ കാശുണ്ട് രീതിയിൽ പാർട്ണറെ കൂട്ടിയാൽ നാളെ എക്സിറ്റിൻ്റെ സമയത്ത് ഈ ഒരു ഒറ്റ പാർട്ണറുടെ കാരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ, നമ്മുടെ ഫണ്ടിങ് നടക്കില്ല, നമ്മൾ എക്സിറ്റ് ആകും വിചാരിച്ചാൽ നമ്മുടെ എക്സിറ്റ് നടക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഈ പാർട്ണർ അല്ലാതെ വേറെ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്, അവരെ എക്സിറ്റ് ആക്കാൻ പോലും സാധിക്കാത്ത. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ ബ്രാൻഡ് ഉണ്ട്, ഇതുപോലെ കുറേ പാർട്ട്നേഴ്സിനെ കൊണ്ട് അവർക്ക് IPO ചെയ്യാൻ താല്പര്യമുണ്ട്. ആ പാർട്ണർ പറയാണ്, IPO ചെയ്യാൻ പാടില്ല, എൻ്റെ പോളിസിക്ക് എതിരെയാണ്. ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മളെ ഫണ്ടിങ് എടുക്കുന്ന സമയത്ത് ഡയലൂട്ട് ചെയ്യുന്നതും വളരെ സ്ട്രോങ് ആയിട്ട് നോക്കുന്ന ഒരു ഏരിയ അല്ലേ? അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് അന്നത്തെ സമയത്ത് അദ്ദേഹം 125 കോടി ഓഫർ ചെയ്തു. ഞാനിന്ന് ആലോചിച്ച സമയത്ത് എൻ്റെ പാറ്റൊക്കെ വെച്ച് നോക്കുന്നത് എനിക്ക് ഇത്ര വലിയ ഫണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ആ ഫണ്ട് എന്ന് എടുത്തിരുന്നെങ്കിൽ പിന്നീടൊക്കെ അവർ പറഞ്ഞത് എൻ്റെ 45% ഡയലൂഷനാണ്. ഇന്ന് ഞാൻ വളരെ നോർമലായിട്ടുള്ള ഡയലൂഷൻ ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള ഫണ്ട് റേസ് ചെയ്തു. അത് പോസിബിൾ ആയത് ക്രൗഡ് ഫണ്ടിങ് ത്രൂ ആണ്. അത് ഫസ്റ്റ് ഫേസ്. അന്ന് ഞാനിട്ട പ്രൈസ് അല്ല. ഇപ്പോൾ സെക്കൻഡ് ഫേസ് പറയുമ്പോൾ എനിക്ക് അന്നത്തെ ഒന്നിച്ചെടുക്കണമെങ്കിൽ അന്നത്തെ ആ പ്രൈസിൽ ഞാൻ ഡയലൂട്ടിനായിരുന്നു. എൻ്റെ സെക്കൻഡ് ഫേസ് ആകുമ്പോഴേക്കും എൻ്റെ വാല്യൂഷൻ വീണ്ടും കൂടി, എൻ്റെ പുതിയ ബാലൻസ് ഷീറ്റ് വന്നു, എൻ്റെ വാല്യൂഷൻ വീണ്ടും കൂടി. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് ഡയലൂട്ട് ചെയ്താൽ മതി. ഇനി തേർഡ് ഫേസ് ഞാൻ എടുക്കുന്നുണ്ട്. അത് എല്ലാം ഷെയർ സ്വാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ പബ്ലിക്കിൽ നിന്നാണ് ഞാൻ ഫണ്ട് റൈസ് ചെയ്യാൻ. ചിലപ്പം ആ സമയമാകുമ്പോഴേക്കും എനിക്ക് ഇൻറ്റേർണൽ അക്രൂവൽ കൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ഫണ്ട് ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേണ്ടെങ്കിൽ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ലാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയലൂട്ട് ചെയ്യേണ്ടത് എത്രത്തോളം ഫണ്ട് ആവശ്യമുണ്ട്, അത് എപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് എന്ന് ആലോചിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് വേണം ഡയലൂട്ട് ചെയ്യാൻ. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു എ വാല്യുവേഷൻ for anyone who's starting? അത് നമ്മുടെ ബിസിനസ്സിനെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബിസിനസ്സാണ്.
അപ്പം ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ കണക്ക് പറയുമല്ലോ, ഇൻറ്റു 25 അങ്ങനെ പല രീതി പറയില്ല. അത് എങ്ങനെയാണ്, ലൈക്ക് ഏതാണ് ശരിക്കും റേറ്റ്? ഇപ്പം ഒരു ബ്രാൻഡിന്റെ നോർമലി ഇൻറ്റു 12 ആണ്. ഇപ്പോൾ ഒരു ട്രേഡിംഗ് ബിസിനസ് ഒക്കെ നോർമലി, ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഒക്കെ ഇൻറ്റു 12 ആണ്. ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും ട്രേഡിംഗ് ബിസിനസ്സും വാല്യൂഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഒത്തിരി കാരണം ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഒന്നുമില്ല. ചിലപ്പോൾ ആ ബ്രാൻഡ് ഓണർ അല്ലെങ്കിൽ അയാൾ ചെയ്ത പരസ്യങ്ങളായിരിക്കും ചിലപ്പം അതിന് വാല്യൂഷൻ കൂട്ടിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ബിസിനസ് കൊണ്ടുണ്ടാകുക. ചിലപ്പോൾ ആ ബ്രാൻഡ് ഓണറാണ് ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ അയാൾ മാറിക്കഴിയുമ്പോൾ ബാബുവിൻ്റെ ബിസിനസ് നേരെ ഇപ്പോൾ ഈ അടുത്ത് വന്ന കേരളത്തിൽ വന്ന ട്രാൻസാക്ഷനും അയാൾ മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ബിസിനസ് നേരെ ഡീഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് വാല്യൂഷൻ എപ്പോഴും വളരെ കുറച്ച് കാണാം. ഇപ്പം പോപ്പീസ് പോലെ റീറ്റെയിൽ ഓൺ മാനുഫാക്ചറിങ് റീറ്റെയിൽ ബ്രാൻഡ് നമുക്ക് മിനിമം 20 to 25%, അതായത് പാറ്റിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ 20 to 25%. അതുപോലെ ഡയറക്റ്റ് ടു കസ്റ്റമർ D2C പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു. നമുക്കറിയാം പല ലോസായ പല കമ്പനികളും എങ്ങനെ ഫണ്ട് റേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കും, ആ ബ്രാൻഡ് ഇത്രയും ലോസാണ്, അവർ ബാലൻസ് ഷീറ്റ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ലോസാണ്. പക്ഷേ അവർ 1000 കോടി 2000 കോടി 3000 കോടി ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് ടു കസ്റ്റമർ. കാരണം ഇപ്പോൾ ലോസ് ആണെങ്കിലും ഇത് നമുക്ക് ആമസോണിൻ്റെ സ്റ്റോറി അറിയാലോ. അപ്പോൾ അത് ഡയറക്റ്റ് ടു കസ്റ്റമറിലുള്ള പ്ലാറ്റ്ഫോം പോലുള്ള IT ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഭയങ്കരമായിട്ട് വാല്യൂഷൻ ഉള്ള സമയമാണ്. അതും ഇപ്പോൾ ഒരു ചെറിയ ഒരു ഡീഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കണം. ഇതിനൊരു അതുപോലെ ടെക് എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. ഈ സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഒന്നുണ്ട് ട്രാജഡീൻ്റെ ഭാഗമായിട്ട് അതിനും സംഭവിച്ചു. അത് സിറ്റുവേഷൻ അനുസരിച്ച് ഈ വാല്യൂഷനൊക്കെ ബാധിക്കും. എങ്കിലും ഒരു നോർമലി 12 to 15% എപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് എന്താ പറയുക, CAGR ഒക്കെ നോക്കും, മാർക്കറ്റ് CAGR, ആ ബ്രാൻഡിൻ്റെ CAGR, അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഇത് 12 to 15 എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ സാർ. അതേപോലെ ഇപ്പോൾ പോപ്പീസിൻ്റെ ടോട്ടൽ സെയിൽസ് വോളിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാർ ഓൺലൈൻ്റെ കേസ് പറഞ്ഞല്ലോ, അപ്പോൾ ഓൺ വെബ്സൈറ്റ്, ഓൺ ഇ-കൊമേഴ്സ് സ്റ്റോർ ഉണ്ട്, അതേപോലെ തന്നെ സാറ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ റീറ്റെയിൽ ഔട്ട്ലെറ്റ്, അതിൻ്റെ ടോട്ടൽ സെയിലിൻ്റെ ഒരു ഷെയർ എങ്ങനെയാണ് വരുന്നത്? ഞാൻ തുടങ്ങിയ കാലം മുതൽ ഇ-കൊമേഴ്സിന് എതിരായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇ-കൊമേഴ്സ് തുടങ്ങിയ കാലം മുതൽ, കാരണം എന്നെ ഈ വ്യാപാരികളും കച്ചവടക്കാരൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ ഓഫറുകളും ഡിസ്കൗണ്ടും കൊടുക്കണം. ഞാൻ നോർമലി ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റിനെ നശിപ്പിക്കാൻ പാടില്ല. ഞങ്ങൾ ഡിസ്കൗണ്ടും ഓഫറും കൊടുക്കുന്നത് എന്താ അറിയാം, ഞങ്ങൾ സീസൺ കഴിഞ്ഞ് അത് സർപ്ലസ് ആയ പ്രൊഡക്റ്റേ ഞങ്ങൾ ഡിസ്കൗണ്ടും ഓഫറും കൊടുക്കുള്ളൂ. ഡാമേജ് ആയിട്ട് ഒന്നും കൊടുക്കില്ല. ഡാമേജ് ഞങ്ങൾ വേറെ മോഡലാണ് സെല് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഓഫറും ഡിസ്കൗണ്ടും. ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെ മെയിൻ മോഡൽ കുറേ MRP കൂട്ടിയിടുക, എന്നിട്ട് സ്ലാഷ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ഓഫറൊക്കെ കൊടുക്കാം. ഞാൻ അതിന് എഗെയിൻസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ, പക്ഷേ ഇപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ജെൻസി എന്ന് പറയുന്ന നമ്മുടെ പുതിയ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അവരിലൊരു ഭൂരിഭാഗം ആളുകളും ഓൺലൈനാണ് വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു 3 month ബിഫോറാണ് ഞങ്ങൾ ഓൺ ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത്. 3 മാസം കൊണ്ട് ഞങ്ങൾ 25 lakhs ബിസിനസ് ഞങ്ങൾ ഇ-കോം വെബ്സൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. ആമസോണിൽ ഞങ്ങൾ വലിയ ഫോക്കസില്ല, കാരണം അവിടെ ഡിസ്കൗണ്ട് മോഡലാണ്. എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഒരു മോശമില്ലാത്ത ബിസിനസ് വരുന്നുണ്ട്. ഞങ്ങൾ ഡിസംബറോട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഓൺ വെബ്സൈറ്റിൽ നിന്ന് 1 crore ബിസിനസ്. പക്ഷേ അത് ഒമ്നി ചാനലാണ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. നമ്മുടെ സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കണ്ടു, അവിടെ സൈസ് ഇല്ല, നിങ്ങൾ അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തു, നിങ്ങൾ ക്രാഡിലാണ്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് ഫീൽ ചെയ്ത് വാങ്ങണം. നിങ്ങൾക്ക് നേരെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പേ അവിടെ ചെയ്തിട്ട് പോയിട്ട് വരാം. അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോറിൽ പോയി പേ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് കൊണ്ടുവന്നിട്ട്, ഞങ്ങൾ തൊട്ടടുത്ത സ്റ്റോറിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്ത് തരും. മിക്ക സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ക്രാഡിലൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടി പോകും. കാരണം ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു മാപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതൊന്നും വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ സ്റ്റാഫ് വന്ന് നിങ്ങൾക്ക് അസംബിൾ ചെയ്ത് തരും. അതുപോലെ ഒരു ടോയ് കാറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മിക്ക ആളുകൾ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളെ സ്റ്റാഫ് വന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, കുട്ടികൾക്ക് അതിൻ്റെ ട്രെയിനിങ് എല്ലാം തരും. അങ്ങനെ ഒരു മോഡൽ, ഒമ്നി ചാനൽ മോഡൽ. ഇത് ഞങ്ങൾ പാൻ ഇന്ത്യയിൽ, ഞങ്ങൾ 450 ഷോപ്പാണ് ഇന്ത്യയിൽ ഞങ്ങൾ 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ആ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒമ്നി ചാനലും കൂടി പ്ലാൻ ചെയ്തിട്ടാണ്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. അപ്പോൾ ഫസ്റ്റ് ക്രൈനെ പൊട്ടിക്കോ? ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ബ്രാൻഡിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു എൻ്റെ ഡ്രീം അതിൻ്റെയൊക്കെ മുകളിലുള്ള ഡ്രീം. ഞാനത് ബിസിനസ്സിൽ ബീറ്റ് ചെയ്യല്ല, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ എല്ലാവരെയും എന്താ പറയുക ബീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഓൾറെഡി കൊച്ചിയിൽ ഞങ്ങൾ സ്റ്റോറിൽ ഈ പറഞ്ഞ ബ്രാൻഡ് ഞങ്ങൾ ഓപ്പോസിറ്റ് ഉണ്ട്. അവർ ആ സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നതിൻ്റെ പെർ സ്ക്വയർ ഫീറ്റ് ഞാൻ പറയുന്നത്, സ്റ്റോർ സൈസ് അവർ 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഞങ്ങൾ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. പെർ സ്ക്വയർ ഫീറ്റ് അവരുടെ ഡബിൾ ബിസിനസ്. ഞങ്ങൾ ഗാർമെൻ്റ് ആണ് 85% ചെയ്യുന്നത്, അവർ ടോയ്സും ആക്സസറീസും ബിഗ് കാർസാണ് അവർ കൂടുതൽ ചെയ്യുന്നത്.
പെർ സ്ക്വയർ ഫീറ്റ് അവർ ചെയ്യുന്ന ഡബിൾ ബിസിനസ് ഞങ്ങൾ ആ സ്റ്റോറിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിയർ ബൈ നിങ്ങൾ പോകുന്ന മഞ്ചേരി ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് 3500 സ്ക്വയർ ഫീറ്റ് ഈ പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റോറുണ്ട്. അവരുടെ ഡബിൾ ബിസിനസ് പെർ സ്ക്വയർ ഫീറ്റ് ബിസിനസ് ആട്ടോ ഞങ്ങളുടെ ആ സ്റ്റോറിൽ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണ്, ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ടോയ് വാങ്ങി, ഞങ്ങളുടെ ടോയ് ഇല്ല, ടോയ് വാങ്ങി ഗാർമെൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്നുണ്ട് ആളുകൾ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രംപിന്റെ പുതിയ താരിഫും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും രീതിയിൽ പോപ്പീസിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ എല്ലാത്തിനും പോസിറ്റീവായി കാണുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സ് കൂടുതൽ വരും. അപ്പോൾ പോപ്പീസിൻ്റെ ടീമെല്ലാം കൂടുതൽ അഗ്രസീവ് ആയിരിക്കണം. കാരണം വലിയ എക്സ്പോർട്ടേഴ്സ് എല്ലാം മാർക്കറ്റിലേക്ക് വരുന്നത്. എനിക്ക് കുറേ ആൾക്കാർ അയാളുടെ ഒരു പ്രസ് കോൺഫറൻസ് വന്നിട്ടുണ്ട്, ഇയാളുടെ പ്രസ് കോൺഫറൻസ് വന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ അയച്ചു തരും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറയും ആയിക്കോട്ടെ, അവരും കൂടി വരുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. കാരണം ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം കുറേ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് സെയിൽ ഇത് നമ്പേഴ്സ് അല്ലല്ലോ ട്രസ്റ്റ്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ബിസിനസ് കുറേ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഓണേഴ്സിന് അവരുടെ ബ്രാൻഡിൽ കൊടുത്തിട്ടാണ് നമ്പേഴ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പോപ്പീസ് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 1 crore മുകളിൽ ഞങ്ങൾക്ക് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. അവരിപ്പോൾ ഞങ്ങളുടെ പോപ്പീസ് ആദ്യം വാങ്ങിയവരും അവർക്ക് കുഞ്ഞുങ്ങളായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ട്രസ്റ്റുള്ള വലിയൊരു എന്താ പറയുക, പോപ്പീസിൻ്റെ ഒരു ഫാമിലി ഉണ്ട്, ഒരു പാൻ ഇന്ത്യ കേരളം മുഴുവൻ ഉണ്ട്. അപ്പോൾ ആര് വന്നാലും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഓരോ സ്ട്രഗിൾ വരും. അതുപോലെ അത് നേരത്തെ പറഞ്ഞ ഫ്ലഡ് വന്ന പോലെ, ഡിമോണിറ്റൈസേഷൻ വന്ന പോലെ ട്രംപ് വന്നു, നാളെ ട്രംപ് മാറി വേറെ ആൾ വന്ന് പോളിസിയൊക്കെ മാറും. അപ്പം നമുക്ക് ഒരു വിശാലമായ കൂടുതൽ മനോഹരമായ ഒരു മാർക്കറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ റീസെൻ്റ്ലി ഇപ്പോൾ ബിസിനസ്സിൽ സിഇഒനെ കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ സാർ CMD ആയിട്ട് മാറി, ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ. അപ്പോൾ ഒരു സിഇഒനെ കൊണ്ടുവരുന്ന സമയത്ത് അയാളാണല്ലോ പിന്നെ ബിസിനസ്സിനെ കംപ്ലീറ്റ് റൺ ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ റോൾ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ആൻഡ് സാറിൻ്റെ ആ ഒരു വിഷൻ അനുസരിച്ച് ഈ സിഇഒ കൊണ്ടുപോയില്ലെങ്കിൽ അത് പിന്നെ ഒരു ഇഷ്യൂ ആവില്ലേ? അതായത് ഞങ്ങൾക്ക് 2019 നല്ല സ്ട്രോങ് ടീം, ഇത് പറഞ്ഞ വലിയൊരു ടീമുണ്ട്, GMO ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അന്ന് സിഇഒനെ ഞങ്ങൾ സ്പേസ് ഇട്ടിട്ട് GMനെ വരെ വെച്ചിരുന്നു. 2 ഡിവിഷനിൽ 2 GMs ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സിഇഒയുടെ റോൾ ഞാൻ തന്നെ കൈകാര്യം, കാരണം ഞങ്ങളൊരു അടുത്ത ലെവലിലേക്ക് അടുത്ത ഘട്ടത്തേക്ക് മാറുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിന് ഒരു സ്പേസ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 2021, 2022 ഞങ്ങൾക്ക് ഒരു, അപ്പോൾ പിന്നെ ഞങ്ങൾ ടീമിലൊക്കെ വലിയ ആളുകളെല്ലാം ഒന്ന് മാറി, എല്ലാ ചെറിയ ടീമൊക്കെ വെച്ച് ഞങ്ങൾ പോകുമായിരുന്നു. പിന്നീട് അപ്പോൾ ഞാൻ പല സ്ഥലത്തും പഴയതിനേക്കാളും താഴെ തട്ടിലത്തിൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഞാൻ പോകും. അപ്പോൾ എനിക്ക് എന്താ പറയുക, ബ്രാൻഡിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. പുതിയ റിസർച്ചും ഞാൻ പല പ്രൊഡക്റ്റും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ട്, എന്നൊക്കെ മാറിക്കേണ്ടിയിരുന്നത്. അങ്ങനെ എനിക്ക് ഒരു CEO എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു ജീവനക്കാരൻ, നമ്മുടെ ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു വിവാഹബന്ധം പോലെയാണ്. അതൊരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാനൊരാളെ തേടി നടക്കരുത് ശരിക്കും. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ജയന്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തേടി നടന്ന് ഞങ്ങൾ തമ്മിൽ ഡിസ്കഷൻ നടന്നു. പുള്ളി എന്നെ പഠിക്കാൻ വേണ്ടി സമയമെടുത്തു, അതുപോലെ ഞാൻ പുള്ളിയെ പഠിക്കാൻ വേണ്ടി സമയമെടുത്തു. ഒരു റെഫറൻസിൽ വന്നാൽ അങ്ങനെ പുള്ളി അതിന് സമയമെടുത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോഴേക്കും പോപ്പീസിനെ കുറിച്ച് പുള്ളി ഒരു വിഷനും മിഷനൊക്കെ പുള്ളിയുടെ മനസ്സിൽ തന്നെ സെറ്റ് ചെയ്ത് എൻ്റെ വിഷൻ ചോദിച്ചറിഞ്ഞിട്ട് അതിന് മാച്ചാകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. കൃത്യമായിട്ട് ബ്രാൻഡ് ഓണറേയും പഠിച്ചു, ബ്രാൻഡിനെയും പഠിച്ചിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ പുള്ളി ജോയിൻ ചെയ്ത് 2 മാസമായി. എന്നോട് ഈ മാസം കൂടി കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പുള്ളിയോട് പറഞ്ഞു, എന്നോട് പുള്ളി പറഞ്ഞു സാർ ഇനി അടുത്ത എന്താ പറയുക 2030 വരെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സാറ് ചിന്തിച്ചോ, പിന്നെ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള എനിക്ക് കുറേ പുള്ളി സ്പേസ് തന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ എന്താ പറയുക മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തുടർന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടോ, വലിയ ബ്രാൻഡായി, നമ്മളറിയാം വലിയ ജ്വല്ലറി ബ്രാൻഡായിരുന്നു, അല്ലെങ്കിൽ വലിയ ഇതായിരുന്നു, ഇദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അവസാനം പുള്ളിക്കൊരു എവിടെയെങ്കിലും ഒരു ചെറിയ ബോട്ടിലേക്ക് വരുന്നതോടുകൂടി ആ ബ്രാൻഡ് തന്നെ നമ്മളെ അപ്രത്യക്ഷമാവും. അപ്പം അതിന് നമുക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീം നമ്മുടെ കൂടെ വേണം. അപ്പോഴേ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ആയാലും നാളെ ഒരു IPOയ്ക്ക് പോകുന്ന സമയത്തും എല്ലാവരും നോക്കുന്നത് ഈ ബ്രാൻഡ് ഓണറെ പോലെ തന്നെ നോക്കുന്ന ഒരാളാണ്, ടീമിനെയും കൂടി നോക്കും. അപ്പം അതിൽ ടീം ഓഫീസിൽ സാറിൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിൾ ഉണ്ടാവില്ലേ, അതിൽ ശരിക്കും ആരൊക്കെ ഇൻക്ലൂഡഡ്? ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ഒന്ന് CEO ഉണ്ട്, HR മാനേജർ ഒരു പ്രധാനപ്പെട്ട ആളാണ്, ഫിനാൻസ് ഹെഡ് കുറേ വർഷങ്ങളിൽ ഞങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഞങ്ങളെ ഫിനാൻസ് ഹെഡ് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് ബ്രാൻഡിങ്ങിൻ്റെ ആളുകളുണ്ട്, മാർക്കറ്റിങ്ങിൻ്റെ ആളുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് സെയിൽസിൻ്റെ. സെയിൽസിന് ഞങ്ങൾക്ക് 3 വെർട്ടിക്കലുണ്ട്, അതിന് 3 ടീമുണ്ട്. പിന്നെ എനിക്കൊരു MD's ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു മാനേജിങ് ഡയറക്ടറിൻ്റെ ഒരു ഓഫീസുണ്ട്.
അത് പലപ്പോഴും അത് ബൈപ്പാസ് ചെയ്യാൻ പാടില്ല എന്നാണ്. എങ്കിൽ പോലും ഒരു ഇമ്മീഡിയറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളൊരു മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പല കാര്യങ്ങളും ഇപ്പം ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഓഫീസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റോറിലും എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ MD's ഓഫീസിൻ്റെ ഒരു ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് കസ്റ്റമർക്ക് ഡയറക്റ്റ് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വേറെ ഈ MD's ഓഫീസ് എനിക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ അവരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരൊരു പാളിച്ചകൾ കൊണ്ടാണ് എങ്കിൽ അത് ഞാൻ അറിയാൻ വൈകും. അതുകൊണ്ട് ഞാൻ അറിയാൻ വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഈ ടോൾ ഫ്രീ നമ്പറിൽ അല്ലെങ്കിൽ MD's ഓഫീസിൻ്റെ നമ്പർ എല്ലാ സ്റ്റോറിലും ഉണ്ട്. ആ സ്റ്റോറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് അന്ന് തന്നെ അങ്ങനെയുള്ള ഡാമേജോ പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊക്കെ അങ്ങനെയാണ്. ഇത്രയും ആളുകളാണ് എനിക്ക് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. സാർ അതേപോലെ ഒരു ട്രഡീഷണൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് വന്ന ആളാണ് സാർ. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ബിസിനസ് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒരു ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലൈക്ക് ഒരു മെൻറ്റർഷിപ്പ് പോലെയോ അല്ലെങ്കിൽ അഡ്വൈസേഴ്സോ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സോ അങ്ങനെ എന്തെങ്കിലും സാറ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഞാൻ ജോലി ചെയ്ത മലയാള മനോരമയാണ്. അതൊരു സർവകലാശാലയാണ് ശരിക്കും, യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും കറക്റ്റും. കാരണം ഞാനവിടെ ചെറിയൊരു ജോലിക്കാരനായിട്ട് വളരെ കുറഞ്ഞ കാലം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് മലയാള മനോരമ ഇന്നും നമ്പർ 1 ആയിട്ട് കേരളത്തിൽ നിൽക്കുന്നതിന് കാരണം വെച്ചാൽ അവരുടെ പ്രൊഫഷണലിസം, അതുപോലെ ജീവനക്കാരോട് പെരുമാറുന്ന കാര്യങ്ങൾ, ഏറ്റവും ചെറിയൊരു ജീവനക്കാരനാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് തുടങ്ങി അവിടുത്തെ സിസ്റ്റം, അത് അവിടുത്തെ ഓണറാണെങ്കിലും ഓണറുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും എല്ലാവരും സിസ്റ്റത്തിനനുസരിച്ചാണ് പോകുന്നത്. ഒരു ഫാമിലി ബിസിനസ്സാണ് എങ്കിൽ പോലും അതും നമുക്കവിടെ ഫീൽ ചെയ്യില്ല. നോർമലി ഫാമിലി ബിസിനസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് പല തീരുമാനങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് വരും. ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പല ഇൻ്റർവ്യൂസിലും പല ആളുകളോടും ഞാൻ പറയുന്ന കാര്യമാണ്, എൻ്റെ ഈ ഓഫീസിൽ വരുന്ന സമയത്ത് എൻ്റെ ഓഫീസിലുള്ള ഓരോ സിസ്റ്റവും ഞാൻ ഭൂരിഭാഗം ഒരു 10-14 വർഷം മുമ്പ് തന്നെ ഇതെല്ലാം ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുപഠിച്ചതും കേട്ടറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എന്താ പറയുക മലയാള മനോരമയിൽ നിന്നാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിച്ചിട്ടുള്ളത്. ബിസിനസ്സിൽ അനുകരിക്കാൻ പാടില്ല, ഞാൻ കുറേ എൻ്റെ സിസ്റ്റത്തിൽ ഞാനതെല്ലാം അനുകരിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ ടെക്കിൽ വരുന്ന ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമ്മളെ ഗാർമെൻറ്റ്സിലേക്കും എല്ലാ ഇൻഡസ്ട്രിയിലേക്കും വരുന്നുണ്ട്. അത് എസ്പെഷ്യലി പോപ്പീസിൻ്റെ കേസിൽ എന്തൊക്കെ ചേഞ്ചാണ് ഇപ്പോൾ AI-യും ഡാറ്റ അനലിറ്റിക്സും റോബോട്ടിക്സ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് സാർ അന്വേഷണം ചെയ്യുന്നത്? ഒരു സമയത്ത് ഈ ഡാറ്റ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഡാറ്റ അനലിസ്റ്റ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഡാറ്റയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ ഒരു 4 ഇയർ ബാക്കൊക്കെ നമ്മൾക്കൊക്കെ അല്ലേ നമ്മളെല്ലാം ചിന്തിച്ചില്ലേ. ഇന്നാണ് നമ്മൾ ഡാറ്റയുടെ, അപ്പോൾ ഞങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റ് ഒരു ടീമായി തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു 2 ഇയർ ആയിട്ട് വളരെ ഞങ്ങളുടെ SAP സോഫ്റ്റ്വെയറിൽ ഡാറ്റ ഉണ്ട്. അപ്പം നമ്മൾ ആ ഡാറ്റ ഞങ്ങൾ തന്നെ നോക്കുന്നു, ഞങ്ങളുടെ ടീം നോക്കുന്നു, ഞങ്ങൾ ശരിക്കും നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു 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 മെത്തേഡിൽ നോക്കുന്നത്, അത് പഠിച്ച ഒരാൾ വന്നു കഴിയുമ്പം അത് ഞങ്ങളിപ്പോൾ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ എൻ്റെ CEO ആണെങ്കിൽ പുള്ളി അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്, പുള്ളി AI-യിലും ഡാറ്റ അനാലിസിസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ AI-യുടെ കാര്യത്തിൽ ഞങ്ങളിപ്പം ആദ്യം ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഞങ്ങൾ ഫാക്ടറി ഓട്ടോമേഷൻ ചെയ്യാനുള്ളൊരു ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ കട്ടിങ് സെക്ഷൻ, അതുപോലെ എംബ്രോയ്ഡറിങ് സെക്ഷൻ, ഇതെല്ലാം ഞങ്ങൾ ഓട്ടോമേഷൻ ചെയ്യണം. ആദ്യം തന്നെ ഞങ്ങൾ ഓട്ടോമേഷൻ ചെയ്തത് ഞങ്ങൾ ഡിസൈൻ സെക്ഷനിലാണ്. അത് ഞങ്ങൾ ഓൾറെഡി AI ഇൻ്റഗ്രേറ്റഡ് ആയി. അപ്പം ഇപ്പോൾ ഡിസൈനേഴ്സ് ഞങ്ങൾക്ക് 10-16 പേര് ഞങ്ങളുടെ ടീമിൽ ഇവിടെ തന്നെ ഉണ്ട്. അവർക്കെല്ലാം പുതിയ ഇന്നോവേഷൻ, അത് AI-യിൽ അവർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തു. അതുപോലെ അതിനുള്ള സോഫ്റ്റ്വെയർ സ്പെഷ്യലായിട്ട് ഞങ്ങൾ AI ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ഞങ്ങൾ പുതുതായിട്ട് വാങ്ങി ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു എല്ലാ ആളുകൾക്കും. അതുപോലെ ഞങ്ങളുടെ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്താ പറയുക, ഓപ്പൺ സോഴ്സ് ഒന്നുമല്ല, ഞങ്ങൾ പെയ്ഡ് AI ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരോടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓപ്പൺ സോഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് ശരിക്കും പെയ്ഡ് വേഷനിലേക്ക് തന്നെ മാറണം. പെയ്ഡ് വേഷനിൽ വരണം. അതെല്ലാം നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഗ്രോത്തിൽ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്. സർ, നമ്മൾ ബ്രാൻഡ് സ്വാമി അല്ലെങ്കിൽ ജോബി ചേട്ടനായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം ജോബി ചേട്ടൻ പറഞ്ഞതെന്താ വെച്ചാൽ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ് ആ മാർക്കറ്റിൽ. സോ അപ്പം വന്നൊരു ഇതാണ് പോപ്പീസ് എന്നുള്ള നെയിം. സോ ഈ കസ്റ്റമർ എഫോർഡബിലിറ്റി, അതുപോലെ നമ്മുടെ ഭാഗത്ത് പ്രോഫിറ്റബിലിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസ് സാർ എങ്ങനെയാണ് കാണുന്നത് മാർക്കറ്റിൽ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ള, ഞാൻ എപ്പോഴും പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ ഇതിനകത്ത് പറയും. ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളത്.
ഒന്ന് കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിരിക്കുക, അത് വാങ്ങുന്ന കുഞ്ഞുങ്ങളല്ല വാങ്ങുന്നത്, അവരുടെ പാരൻസ് ഹാപ്പി ആയിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇത് തുടങ്ങിയ കാലം മുതൽ തന്നെ ഇതിൻ്റെ കോസ്റ്റ്, ഇപ്പോൾ റോ മെറ്റീരിയൽ സോഴ്സിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, ഇതിനെല്ലാം ഞങ്ങളൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈനിന് എത്ര പ്രൊഡക്ഷൻ വരുന്നത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്ത പ്രകാരം ഇതിന് MRP ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പല ചാനലുണ്ട്, പല ചാനൽസിലാണ് ഇത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും, സെയിൽസ്മാൻ ഉണ്ടാകും, അതിൻ്റെ കോസ്റ്റ് ഇതെല്ലാം വെച്ചിട്ട് ഒരു പ്രൈസിങ് വെച്ചിട്ടുണ്ട്. ഈ പ്രൈസിങ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഇന്ന് വരെ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പം നോർമലി ഇത് മാർക്കറ്റ് മാറുന്നതനുസരിച്ച് റോ മെറ്റീരിയലിൻ്റെ വില വ്യത്യാസം വരുന്നുണ്ട്, കോസ്റ്റ് കൂടും, സാലറി കൂടും, ഇതെല്ലാം കൂടുന്നതനുസരിച്ച് ഞങ്ങളുടെ സെറ്റിങ്സ് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് പ്രൈസ് കൂടും. ഇപ്പോൾ യാൺ പ്രൈസ് കൂടും, നോർമലി ഓട്ടോമാറ്റിക് പോപ്പീസിൻ്റെ പ്രൊഡക്റ്റിന് വില കൂടും, യാൺ പ്രൈസ് കുറയും. ഓട്ടോമാറ്റിക് എന്താ പറയുക, GRM ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇൻവോയ്സ് GRM ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, പ്രൈസ് കുറയും. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലാതെ അപ്പോൾ ഓട്ടോമാറ്റിക് അതിനകത്ത് ഞാനൊരു പ്രോഫിറ്റ് വെച്ചിട്ടുണ്ട്. അത് നോർമലി എൻ്റെ മനസ്സിൽ ഞാൻ ഒരു കുട്ടികളുടെ പ്രൊഡക്റ്റ് അറിയാലോ, 3 മാസമായ കുട്ടിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 6 മാസം അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം മിക്കപ്പോഴും അത് ഒരു ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം ഉപയോഗിക്കാം. അപ്പോൾ കുട്ടികളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തില്ല. അപ്പോൾ വലിയൊരു പ്രൈസ് വെക്കരുത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോർമലി ഒരു നോർമൽ പ്രൈസ് ആയി. പല ആൾക്കാരും പറയും, പല ഇൻ്റർവ്യൂസിൻ്റെ അടിയിലൊക്കെ കമൻറ്റിൽ ഒന്ന് പറയും പോപ്പീസിന് വില കൂടുതലാണ്. ആ കമൻറ്റിനെ ഞങ്ങളാരും അതിനെ എതിർക്കാറില്ല. നമ്മൾ ടീമിനോട് പറയും അതിനെതിരെ നമ്മളാരും പ്രതികരിക്കേണ്ട. അത് പ്രതികരിക്കുന്ന ആരാണെന്നറിയോ, പോപ്പീസിൻ്റെ ഹാപ്പി കസ്റ്റമേഴ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. കാരണം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലാക്കുന്നവർക്കറിയാം പോപ്പീസ് ഒരു എപ്പോഴും പ്രൈസ് കൂടാറുണ്ട്. യാണിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുന്ന യാൺ പ്രൈസ് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് പ്രൈസ് കുറയാറുണ്ട്. ചില സീസണിൽ ഭയങ്കരമായിട്ട് യാൺ പ്രൈസ് കൂടും. അപ്പം ഞാൻ പറയും ഇത് ഈ ലെവലിൽ നമ്മൾ വില പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പ്രൈസ് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഞങ്ങൾ പ്രോഫിറ്റബിലിറ്റി കുറയ്ക്കും. അപ്പോൾ ഹാപ്പിയായ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ ഒരു ബ്രാൻഡും ഒരു ബിസിനസ്സും വളരുള്ളൂ. അത് സെറ്റ് ചെയ്ത് വെച്ചോന്ന് പോകുന്നതുകൊണ്ടാണ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്, മന്ത് ഓൺ മന്ത് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് കൊടുക്കാൻ തികയുന്നില്ല. കാരണം ഞങ്ങൾക്ക് 2020 വരെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പീസിൻ്റെ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ തികയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ അതിലും വലിയ ഒരു മോശമായ സ്ഥിതിക്ക്, കാരണം പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരുടെ ഡിമാൻഡ് ഞങ്ങൾക്ക് അതനുസരിച്ച് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സാറിന് അറിയാം, ഞാൻ ഇതിൻ്റെ മുന്നേ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഓർഗാനിക് കോട്ടൻ്റെ ഒരു ബേബി ക്ലോത്തിങ് ഒരു ബ്രാൻഡ് ഞങ്ങളുടെ ഒരു മൈൻഡിലുള്ളൊരു കാര്യമാണ്. കൊക്കോ എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. സോ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ബേബി ഈ ക്ലോത്തിങ്ങിലാണെങ്കിലും ബേബി കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പലരും, സ്പെസിഫിക് ആയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സാർ എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? മിക്ക ആളുകൾ എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റഗ്രാം വന്നതോടുകൂടി ആണ് ഇതിലൊരു സംഭവം ഉണ്ടാക്കുന്നത്. ഇവർ കുറച്ചിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് അവർ ഭയങ്കര സക്സസ് ആണ്, അതുകൊണ്ട് ഞാനും തുടങ്ങിക്കളയാം എന്ന് ചിന്തിച്ച് നിങ്ങളങ്ങനെയാണെന്നല്ലോ പറയുന്നത്. എല്ലാ ആളുകളും ഇത് അനുകരണമാണ് ശരിക്കും. ഇതിൽ കൃത്യമായിട്ട് ആദ്യം വേണ്ടത് നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, കൃത്യമായിട്ട് അതിനൊരു പ്ലാൻ വേണം. എന്നിട്ട് അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ ഓർഗാനിക്, ഞാൻ പറഞ്ഞത് ഓർഗാനിക് പ്രൊഡക്റ്റിന് ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ, ഈ ബൊട്ടിക് മോഡലിൽ ചെയ്യുന്ന ആൾക്കാർ, സോഴ്സ് ചെയ്യുന്ന ആൾക്കാർ മിക്ക ആളുകളും, ഞാൻ ഈ അടുത്ത് ഈറോഡ് പോയിട്ട് എനിക്കൊരു മീറ്റിംഗ് ചെയ്യാൻ ചെന്ന സമയത്ത് ഒരു റീറ്റെയിലർ അടുത്ത് പോയിട്ടാണ്, അപ്പോൾ ആ റീറ്റെയിലർ വൈഫാണ് ഇത് നടത്തുന്നത്. അപ്പം അവർ റീറ്റെയിലറാണ്, അവർ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന പല ആളുകളും മസ്ലിൻ ഫാബ്രിക് സോഴ്സ് ചെയ്യുന്നത് ഈ റീറ്റെയിലറിനാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കറിയാം എൻ്റെ ഫാബ്രിക്കിൻ്റെ റേറ്റ് പെർ മീറ്റർ റേറ്റ് അറിയാം. ഇവർ അതിൻ്റെ ഒരു 3 ഇരട്ടി വിലയ്ക്കാണ് ഇവർ ഈ ഫാബ്രിക് കാരണം ഈ വരുന്ന ആളുകൾ, ഈ ബൊട്ടിക്ക് നടത്തുന്ന ആളുടെ MOQ വളരെ കുറവാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി അവരോട് ഞാൻ പറഞ്ഞു, ഇത് ഹസ്ബൻഡ് അപ്പുറത്ത് ഫാക്ടറി നടത്തുന്നുണ്ട്, നിങ്ങൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും പ്രൈസ് കുറയും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ഈ ഓണത്തിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക ആളുകൾ. അപ്പം ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിമിലർ പ്രൊഡക്റ്റ്, ഈ അടുത്ത് വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഞാനൊരു മോളിൽ പോയ സമയത്ത് ഈ പറഞ്ഞ ആൾ അവരുടെ ആ ഡിസൈനുള്ള ഫാബ്രിക് ഉണ്ട് ഈ പറഞ്ഞ ഒരു റീറ്റെയിൽ ഷോപ്പിൽ മുഴുവൻ ആ പ്രൊഡക്റ്റ് കിടക്കുന്നത്. അപ്പോൾ സെയിം ഓൾ ഓവർ പ്രിൻ്റാണ് അവിടെയും കിടക്കുന്നത്. ഈ ഓൺലൈൻ വിൽക്കുന്ന ആളുടെ അടുത്തും ഉണ്ടാകുക, എല്ലാവരും ഇതാ പ്രൊഡക്റ്റ് വിൽക്കുക. അപ്പോൾ കമ്പാരിസൺ വരും. അപ്പോൾ വാങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ ഈ ഒരു വാങ്ങിയ ഉടുപ്പോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് അടുത്ത ആൾ വേറൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ നിന്ന് ഈ പ്രൊഡക്റ്റും വന്നു. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബ്രാൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന് ട്രസ്റ്റ് ഉണ്ടാവും.
അല്ലെങ്കിൽ ആ ബിസിനസ്, ആ ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ആകുക. പിന്നെ നാളെ നമ്മൾ ഇനി എത്ര നല്ല പ്രൊഡക്റ്റ് നമ്മൾ നാളെ വില കുറച്ച് മാർക്കറ്റിൽ വന്നാലും നമ്മളോട് ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പഠിച്ചിട്ട് വേണം ചെയ്യാൻ. എടുക്കുന്നത് തുണി, അവരുടെ MOQ എത്രയാണ്, ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമ്മളെ പാകത്തിനുള്ള MOQ അനുസരിച്ചുള്ള ഫാബ്രിക്കാണെങ്കിൽ ഫാബ്രിക്, റോ മെറ്റീരിയൽ അത് സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാഭം കുറച്ചിട്ട്, ആദ്യഘട്ടങ്ങളിലെ ലാഭം കുറച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്ത് ആളുകൾക്കൊരു ട്രസ്റ്റ്. ഞാൻ വീണ്ടും പറയുന്നത് വിശ്വാസമാണ്. ആളുകൾക്ക് വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആളുകൾ നമ്മളെ സ്വീകരിക്കുള്ളൂ. ഓക്കെ സാർ. സോ നമ്മൾ സാറിന് അറിയില്ല, കോഴിക്കോട് ഗവൺമെൻറ് സഹ പാർട്ടിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഡെയിലി ഓഫീസ് പോകുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ഒരു ഔട്ട്ലെറ്റാണ് പോപ്പീസിൻ്റെ. ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത പേരുകളിൽ ഒന്നായിരുന്നു ഷാജു സാറിൻ്റെ. അപ്പോൾ ഫൈനലി ആഫ്റ്റർ 1.5 years ഇത് പോസിബിളായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ഇറ്റ് വാസ് എ പ്ലഷർ ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. Thank you so much, sir.